ഡിയർ സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഹിസ്റ്ററി ഓഫ് ആർക്കിയോളജി ഇൻ ഇന്ത്യ എന്നുള്ളത്. അതിൽ വരുന്ന 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുരാവസ്തു സൈറ്റ് എന്നത് ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നു. അതായത് ഭൗതിക വസ്തുക്കളുടെ ഒരു കൂട്ടമുള്ള ഒരു സ്ഥലം. അവിടെ മുൻകാല പ്രവർത്തനങ്ങളുടെ തെളിവുകൾ സംരക്ഷിക്കപ്പെട്ട സ്ഥലമായിരിക്കും. കൂടാതെ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ വിഭാഗത്തിൽ പുരാവസ്തു രേഖകളുടെ ഒരു ഭാഗമായുള്ള ഒരു സ്ഥലമായിരിക്കും. ഭൂമിക്ക് മുകളിൽ ദൃശ്യമാകുന്ന അവശിഷ്ടങ്ങൾ കുറവോ അല്ലെങ്കിൽ കൂടുതലോ ഉള്ള ഒരു പ്രദേശം. അവിടെ ഉപയോഗത്തിലുള്ള കെട്ടിടങ്ങളും മറ്റ് ഘടനകളും എല്ലാം കാണാൻ പറ്റും. ഇത്തരത്തിൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ സൂചന നൽകുന്ന ഒരു സ്ഥലത്തെയാണ് ആർക്കിയോളജിക്കൽ സൈറ്റ് എന്ന് പറയാം. ഈ ഒരു സ്ഥലത്തിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ പരിസ്ഥിതികൾ ഒക്കെ നോക്കിയിട്ടാണ് പഴയ കാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. വാസസ്ഥലങ്ങൾ, ശ്മശാനങ്ങൾ, ഉൽപ്പാദന കേന്ദ്രങ്ങൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ആർക്കിയോളജിക്കൽ സൈറ്റ് ഉണ്ട്. ഫ്രിൻഡേഡ് പെഡ്രി 1890 ടെൽ LICയിൽ ഖനനം നടത്തി. ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ നിർമ്മിക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്തതും കൊണ്ട് നടക്കാവുന്നതുമായ വസ്തുക്കളാണ് പുരാവസ്തുക്കൾ. ഒരു പുരാവസ്തു എന്നത് അത് മനുഷ്യൻ നിർമ്മിച്ചതോ രൂപം നൽകിയതോ ആയ ഒരു വസ്തുവിനെ, പ്രത്യേകിച്ച് പുരാവസ്തു താല്പര്യമുള്ള ഒരു വസ്തുവിനെ, ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയെയാണ് സൂചിപ്പിക്കുന്നത്. പുരാവസ്തു ശാസ്ത്രത്തിൽ ഈ വാക്ക് പ്രത്യേക സൂക്ഷ്മതയുള്ള ഒരു പദമായിട്ടാണ് ഉപയോഗിക്കുന്നത്. സാംസ്കാരിക താല്പര്യമുള്ള പുരാവസ്തുക്കൾ ഉൾപ്പെടെ പുരാവസ്തു പരിശ്രമത്തിലൂടെ വീണ്ടെടുത്ത ഒരു വസ്തുവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആർട്ടിഫാക്റ്റ് എന്നത് പുരാവസ്തു ശാസ്ത്രത്തിന് പൊതുവായി ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അതേസമയം മ്യൂസിയങ്ങളിൽ തതുല്യമായ പൊതുവായുള്ള പദം സാധാരണയായിട്ട് വസ്തു എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. കലാചരിത്രത്തിൽ ഒരു പക്ഷേ കലാസൃഷ്ടി അല്ലെങ്കിൽ കൊത്തുപണി പോലുള്ള പദങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഒരേ ഇനത്തിൽ ഇവയിലെല്ലാം തന്നെ വ്യത്യസ്ത വിളിപ്പേരുകളാണുള്ളത്. ഇവയെല്ലാം തന്നെ എന്താണ്? ആർട്ടിഫാക്റ്റുകളാണ്. വ്യക്തിഗത വസ്തുക്കളെക്കുറിച്ചോ, അതായത് മനുഷ്യൻ നിർമ്മിച്ചതോ രൂപം നൽകിയതോ ആയ വസ്തുവിനെയാണ് എന്ത് പറയുക? ആർട്ടിഫാക്റ്റ് എന്ന് പറഞ്ഞത്. മൺപാത്രങ്ങൾ, മുത്തുകൾ, ആഭരണങ്ങൾ, കലപ്പയുടെ ഭാഗങ്ങൾ ഇവയെല്ലാം തന്നെ ആർട്ടിഫാക്റ്റുകളാണ്. പൊട്ടാത്ത വസ്തുക്കൾ, പൊട്ടിയ വസ്തുക്കൾ, ഉൽപ്പാദന മാലിന്യങ്ങൾ ഇതെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവയെല്ലാം മനുഷ്യൻ്റെ കരവിരുതിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ടവയാണ്. പുരാവസ്തുക്കളുടെ പഠനം സംസ്കാരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഇനി ആരാണ് അമലാനന്ദ ഘോഷ് എന്ന് നോക്കാം. ഒരു ഇന്ത്യൻ പുരാവസ്തു ഗവേഷകനും ഇന്ത്യയുടെ പുരാവസ്തു നാഗരികതയെക്കുറിച്ചുള്ള നിരവധി കൃതികളുടെ രചയിതാവും എഡിറ്ററുമായിരുന്നു അദ്ദേഹം. 1900 മധ്യത്തിൽ പുരാവസ്തു പര്യവേഷണങ്ങളുടെ സംഘാടകനും ഡയറക്ടറുമായിരുന്നു. 1953 ഇന്ത്യൻ പുരാവസ്തു സർവേയുടെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായി. ഹാരപ്പൻ നാഗരികതയെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് പ്രധാന സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. 1950 ബിക്കാനീറിൽ 70-ലധികം ഹാരപ്പൻ സൈറ്റുകൾ അദ്ദേഹം കണ്ടെത്തി. ഇന്ത്യൻ പുരാവസ്തു വിജ്ഞാനീയം എന്ന പുസ്തകം അദ്ദേഹം രചിച്ചു. സർവേയിൽ പങ്കെടുത്ത കാലയളവിൽ അദ്ദേഹം നിരവധി ഖനനങ്ങൾക്ക് നേതൃത്വം നൽകുകയും നിരവധി സ്ഥലങ്ങൾ അദ്ദേഹം കണ്ടുപിടിക്കുകയും ചെയ്തു. ഡയറക്ടർ ജനറൽ ആയിരുന്ന കാലത്ത് 1961 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നാഴികക്കല്ലായിട്ടുള്ള അതിൻ്റെ ശതാബ്ദി ആഘോഷിച്ചു. സർവേയിലെ തൻ്റെ കാലാവധിക്ക് ശേഷം ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ, യമൻ എന്നീ സംസ്കാരങ്ങളുടെ പുരാവസ്തു ഗവേഷണത്തിൽ യുനെസ്കോ കൺസൾട്ടൻ്റായി അദ്ദേഹം പ്രവർത്തിച്ചു. 1968 മുതൽ 71 വരെ അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡിയുടെ ഫെലോ ആയിരുന്നു. തൻ്റെ കരിയറിൽ ഘോഷ് നിരവധി പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും രചിക്കുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ വർഷങ്ങളായി നടത്തിയ പുരാവസ്തു പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ റഫറൻസ് പുസ്തകമായ ദി എൻസൈക്ലോപീഡിയ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി ഇതിൽ പെടുന്നതാണ്.
എ സർവേ ഓഫ് ദി റീസെൻറ്റ് പ്രോഗ്രസ് ഇൻ ഏർലി ഇന്ത്യൻ ആർക്കിയോളജി, ദി സിറ്റി ഇൻ ഏർലി ഹിസ്റ്റോറിക്കൽ ഇന്ത്യ, എ ഗൈഡ് ടു നളന്ദ എന്നിവ മറ്റ് കൃതികളാണ്. ഇനി നമുക്ക് മെഗാലിത്തിക് സ്റ്റഡീസിനെ കുറിച്ചാണ് നോക്കാനുള്ളത്. മെഗാലിത്തിക് സ്മാരകങ്ങൾ വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ശവസംസ്കാര സൈറ്റുകളാണ്. ഇവ ദക്ഷിണേന്ത്യയിൽ കൂടുതലായിട്ട് കാണപ്പെട്ടിരുന്നു. കേരളത്തിലെ മെഗാലിത്തിക് സ്മാരകങ്ങൾക്ക് പുരാവസ്തു പ്രാധാന്യമുണ്ട്. ശവസംസ്കാര രീതികൾ, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ ഇവയെല്ലാം തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിച്ചനല്ലൂർ, പോർക്കളം എന്നിവിടങ്ങളിൽ നിന്ന് മെഗാലിത്തിക് ഖനനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം സ്മാരകങ്ങൾ ഭൂതകാലത്തിൻ്റെ സാക്ഷികളാണ്. നിശ്ചലമാണെങ്കിലും അവർ ഭൂതകാലത്ത് നിന്ന് വർത്തമാനകാലത്തേക്ക് ആശയവിനിമയം നടത്തുന്നുണ്ട്. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലെ കഥ പറയുന്ന ഇത്തരം സ്മാരകങ്ങൾ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. വരും തലമുറയ്ക്കായിട്ട് ഇത്തരം സ്മാരകങ്ങൾ കണ്ടെത്തി സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുന്നു. പുരാവസ്തു സൈറ്റുകൾ, പുരാതന സ്മാരകങ്ങൾ, അവശിഷ്ടങ്ങൾ എന്നിവയുടെ സംരക്ഷണം പുരാവസ്തു വകുപ്പിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്നാണ്. നിയോലിത്തിക് ശിലാ കൊത്തുപണികൾ മുതൽ ഇരുമ്പ് യുഗം വരെയുള്ള പുരാവസ്തു രേഖകൾ, ഗോത്ര സമൂഹങ്ങളുടെ രേഖകൾ, തദ്ദേശീയവും വിദേശീയവുമായ മതങ്ങൾ, വിവിധ രാജവംശങ്ങളുടെ പൈതൃകങ്ങൾ എന്നിവ കേരളത്തിലുണ്ട്. കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം കൊട്ടാരം സമുച്ചയം മുതൽ കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം ക്ഷേത്രം, മഹാശിലാ ശ്മശാനങ്ങൾ, ശിലാലിഖിതങ്ങൾ, പാറക്കെട്ടുകൾ, കോട്ടകൾ, കൊട്ടാരങ്ങൾ, പള്ളി, ക്ഷേത്ര ചുവചിത്രങ്ങൾ, താളിയോല, കയ്യെഴുത്തു പ്രതികൾ, ചെമ്പ് ഫലകരേഖകൾ തുടങ്ങി 192 സംരക്ഷിത സ്മാരകങ്ങൾ കേരള പുരാവസ്തു വകുപ്പ് ഇപ്പോൾ പരിപാലിക്കുന്നുണ്ട്. കേരള പുരാവസ്തു സ്മാരകങ്ങളും പുരാവസ്തു സൈറ്റുകളും അവശിഷ്ടങ്ങളും അവയെക്കുറിച്ചുള്ള നിയമം 1968 പ്രകാരം സംരക്ഷിതമായി പ്രഖ്യാപിച്ച പുരാവസ്തു സ്മാരകങ്ങളാണ് സംരക്ഷിത സ്മാരകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായിരുന്നു റോബർട്ട് സീവൽ. ഇന്ത്യൻ കൊളോണിയൽ ഭരണകാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ സിവിൽ സർവീസിൽ ജോലി ചെയ്തു. മദ്രാസ് റെക്കോർഡ് ഓഫീസിൽ സൂക്ഷിപ്പുകാരനായിരുന്നു അദ്ദേഹം. കൂടാതെ പ്രദേശത്തെ പുരാതന ലിഖിതങ്ങളും അവശിഷ്ടങ്ങളും രേഖപ്പെടുത്തുന്നതിനുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിനായിരുന്നു. 1800 മദ്രാസ് പ്രസിഡൻസിയിൽ വിശദമായ പുരാവസ്തു സർവേ നടത്തി. ഇന്ത്യയിലെ പ്രാചീന ചരിത്രത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് സംഭാവന നൽകി. ദക്ഷിണേന്ത്യയിലെ പുരാവസ്തു സൈറ്റുകളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തി. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പിൽക്കാല ഗവേഷകരെ സ്വാധീനിച്ചു. സിഗ്നിഫിക്കൻസ് ഓഫ് വിഴിഞ്ഞം. വിഴിഞ്ഞം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പുരാവസ്തു സൈറ്റാണ്. ഇവിടെ നിന്ന് റോമൻ നാണയങ്ങളും മറ്റ് വിദേശ നാണയങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പുരാതന കാലത്തെ വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നു. ഇതൊരു തുറമുഖ നഗരമായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. ഇവിടുത്തെ ഖനനങ്ങൾ കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് സഹായിക്കുന്നു. എന്താണ് എക്സ്കവേഷൻ എന്ന് പറഞ്ഞാൽ? ഉത്ഖനനം പുരാവസ്തു ഗവേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഇത് സൈറ്റിൻ്റെ സാംസ്കാരിക ശേഖരണം, ചരിത്ര ഘട്ടങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ലംബമായ ഖനനം, തിരശ്ചീന ഖനനം, ഗ്രിഡ് ഖനനം എന്നിങ്ങനെ ഖനനങ്ങൾ വിവിധ രീതികളിലാണ്. ഓരോ പാളിയും ശ്രദ്ധാപൂർവം പഠിക്കുന്നു. പുരാവസ്തുക്കളുടെ സ്ഥാനം രേഖപ്പെടുത്തി സംരക്ഷിക്കുന്നു. എന്താണ് ഡെൻഡ്രോക്രോണോളജി എന്ന് പറഞ്ഞാൽ? വൃക്ഷവളയ വിശകലനത്തിലൂടെ കാലഘട്ടം നിർണ്ണയിക്കുന്ന രീതിയാണിത്. 1913 A.E. ഡഗ്ലസ് ഈ രീതി വികസിപ്പിച്ചു. മരത്തിൻ്റെ വാർഷിക വലയങ്ങൾ എണ്ണം നോക്കിയിട്ട് പഴക്കം നിർണ്ണയിച്ചു. ഓരോ വളയവും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് പുരാവസ്തു വസ്തുക്കളുടെ കൃത്യമായ തീയതി നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. B.B. ലാലിനെ കുറിച്ചാണ്. ഇന്ത്യൻ പുരാവസ്തു ഗവേഷകനായ B.B. ലാൽ ഹാരപ്പൻ നാഗരികതയെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഹസ്തിനപുരം, കാലൈബംഗൻ എന്നിവിടങ്ങളിൽ ഖനനങ്ങൾ നടത്തി. ഇദ്ദേഹം ഇന്ത്യൻ പുരാവസ്തു സർവേയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. റാം ജന്മഭൂമി, ബാബരി മസ്ജിദ് സൈറ്റിൽ ഖനനം നടത്തി. പുരാവസ്തു ഗവേഷണത്തിന് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചു. കൊടുമണൽ എക്സ്കവേഷൻ. കൊടുമണൽ തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട പുരാവസ്തു സൈറ്റാണ്. ഇവിടെ നിന്ന് ചെമ്പ്, ഇരുമ്പ് വസ്തുക്കൾ, മുത്തുകൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രാചീന വ്യാപാര കേന്ദ്രമായിരുന്നു എന്ന് കരുതപ്പെടുന്നുണ്ട്. റോമൻ നാണയങ്ങളും മറ്റ് വിദേശ വസ്തുക്കളും മുഴുവൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഖനനങ്ങൾ ദക്ഷിണേന്ത്യയുടെ പ്രാചീന ചരിത്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് സഹായിക്കുന്നു. പോർക്കളം എക്സ്കവേഷൻ. പോർക്കളം കേരളത്തിലെ ഒരു മെഗാലിത്തിക് ശ്മശാന സൈറ്റാണ്. ഇവിടെ നിന്ന് ശവസംസ്കാര പാത്രങ്ങൾ, ഇരുമ്പ് ആയുധങ്ങൾ എന്നിവ കണ്ടെത്തി. ഇവിടുത്തെ ഖനനങ്ങൾ മെഗാലിത്തിക് സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനത്തിന് സഹായിക്കുന്നു. ശവസംസ്കാര രീതികളും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഇവിടം ഒരു പ്രാചീന കാർഷിക സമൂഹത്തിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു. ചേരമാൻ പറമ്പ് കേരളത്തിലെ ഒരു പ്രധാന ചരിത്ര സ്ഥലമാണ്. ഇവിടെ നിന്ന് പ്രാചീന നാണയങ്ങളും മറ്റു പുരാവസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രാചീന വ്യാപാര കേന്ദ്രമായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്.
ഇവിടുത്തെ ഖനനങ്ങൾ കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് സഹായിക്കുന്നു. ഇവിടെ നിന്ന് ലഭിച്ച തെളിവുകൾ പ്രാദേശിക അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നു. ആർക്കിയോളജി പുരാതന സംസ്കാരങ്ങളെയും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെയും പഠിക്കുന്ന ശാസ്ത്രശാഖയാണിത്. ഖനനം, പര്യവേഷണം, വിശകലനം എന്നിവയിലൂടെ പുരാവസ്തുക്കൾ പഠിക്കുന്നു. ചരിത്രാതീത കാലഘട്ടങ്ങളെക്കുറിച്ചുള്ള ഗവേഷണത്തിന് ഉപയോഗിക്കുന്നു. ആർട്ടിഫാക്റ്റുകൾ, സവിശേഷതകൾ, പാരിസ്ഥിതിക തെളിവുകൾ എന്നിവ പഠിക്കുന്നു. ക്രിസ്ത്യൻ തോംസന്റെ 3 ഏജ് സിസ്റ്റം പോലുള്ള സിദ്ധാന്തങ്ങൾ ഇതിൽപ്പെടുന്നു. ഇനി എന്താണ് ഇക്കോഫാക്സ് എന്ന് പറഞ്ഞാൽ, പുരാവസ്തു സൈറ്റുകളിൽ കണ്ടെത്തുന്ന പ്രകൃതിദത്തമായ വസ്തുക്കളെയാണ് ഇക്കോഫാക്സ് എന്ന് പറയുന്നത്. ഫോസിലുകൾ, സസ്യാവശിഷ്ടങ്ങൾ, മൃഗാസ്ഥികൾ എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നു. പുരാതന പരിസ്ഥിതിയെയും ജീവിത രീതിയെയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ധാന്യങ്ങൾ, മരത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ഷെല്ലുകൾ, ഡേറ്റിംഗ് രീതികൾ ഇവയെല്ലാം ഉപയോഗിക്കുന്നു. ഇനി മോർട്ടിമർ വീലർ ആരാണെന്ന് നോക്കാം. 20-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത പുരാവസ്തു ഗവേഷകനാണ്. ഗ്രിഡ് സംവിധാനം അവതരിപ്പിച്ചതാണ് അദ്ദേഹം. മോർട്ടിമർ വീലർ ആരാണെന്ന് നോക്കാം. 20-ാം നൂറ്റാണ്ടിലെ പുരാവസ്തു ഗവേഷകനാണ് അദ്ദേഹം. ഗ്രിഡ് സംവിധാനം അവതരിപ്പിച്ചത് അദ്ദേഹമാണ്. 1944-48 കാലത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലാണ്. തക്ഷശില, മോഹൻജദാരോ എന്നിവിടങ്ങളിൽ അദ്ദേഹം ഉത്ഖനനങ്ങൾ നടത്തി. 500 ഇയേഴ്സ് ഓഫ് പാകിസ്ഥാൻ എന്ന പുസ്തകം രചിച്ചു. SR റാവു ഇന്ത്യൻ പുരാവസ്തു ഗവേഷകനാണ്. ലോത്തൽ, ദ്വാരക തുടങ്ങിയ സൈറ്റുകളിൽ എക്സ്കവേഷൻ നടത്തി. മറൈൻ ആർക്കിയോളജി സൊസൈറ്റിയുടെ സ്ഥാപകനാണ്. ഗുജറാത്തിലെ ബെറ്റ് ദ്വാരകയിൽ ഖനനം നടത്തി. ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് വിപുലമായ ഗവേഷണങ്ങൾ നടത്തി. അതിച്ചനല്ലൂർ എക്സ്കവേഷൻ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ പുരാവസ്തു സ്ഥലം. 1876 ജർമ്മൻ പര്യവേഷകൻ ഡോക്ടർ AF ജാഗോർ കണ്ടെത്തി. ശ്മശാന സ്ഥലമായിട്ട് കണക്കാക്കപ്പെടുന്നു. സ്വർണ്ണ ഡയഡങ്ങൾ, അതുപോലെ ഇരുമ്പ് ആയുധങ്ങൾ, മൺപാത്രങ്ങൾ എന്നിവ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇരുമ്പ് യുഗത്തിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ ഇന്ത്യയിലെ ഇരുമ്പ് യുഗത്തിൻ്റെ പ്രതീകം. കറുത്ത പുറംതൊലിയും ചുവപ്പുള്ള അകംഭാഗവുമുള്ള മൺപാത്രങ്ങൾ ഗംഗാ സമതലങ്ങളിൽ കാണപ്പെടുന്നു. പിൽക്കാല വേദകാലവുമായി ബന്ധപ്പെട്ടതാണ്. ഹസ്തിനപുരി, അഹിഛത്ര എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കീഴാതി എക്സ്കവേഷൻ സൈറ്റ്സ് തമിഴ്നാട്ടിലെ സിംഗപ്പൂരിനടുത്തുള്ള പുരാവസ്തു സൈറ്റാണ്. 2015 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഖനനം ആരംഭിച്ചു. സംഗം യുഗത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തി. തമിഴ് ബ്രഹ്മി ലിപികളിലുള്ള എഴുത്തുകൾ കണ്ടെത്തിയ സ്ഥലമാണ്. നഗര സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറയൂർ കേവ് പെയിൻറ്റിങ്സ് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മറയൂരിൽ സ്ഥിതി ചെയ്യുന്നു. പ്രാചീന ശിലായുഗ ചിത്രങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങൾ അടങ്ങിയിരിക്കുന്നു. ചുവപ്പ്, വെള്ള, കറുപ്പ് നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇത് ഏകദേശം 10,000 വർഷം പഴക്കമുള്ളതാണ് കണക്കാക്കപ്പെടുന്നു. വില്യം ലോഗനെക്കുറിച്ച് നോക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു ഉദ്യോഗസ്ഥനും ഗവേഷകനുമായിരുന്നു. മലബാർ ബാനുവൽ എന്ന പുസ്തകം രചിച്ചതിന് പ്രശസ്തനാണ് അദ്ദേഹം. കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ചരിത്രം അദ്ദേഹം രേഖപ്പെടുത്തി. കേരളത്തിലെ ഭൂമി ഉടമസ്ഥതാ സംവിധാനങ്ങൾ അദ്ദേഹം പഠിച്ചു. 1887 പുറത്തിറക്കിയ മലബാർ മാനുവൽ ഇന്നും ഒരു റഫറൻസ് ഗ്രന്ഥമാണ്. കടനാട് എക്സ്കവേഷൻ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഒരു പുരാവസ്തു സൈറ്റാണ്. മെഗാലിത്തിക് ശ്മശാനങ്ങൾ കണ്ടെത്തി. ശിലായുഗത്തിൻ്റെ തെളിവുകൾ ലഭിച്ചു. ഉറ്റിയൂർ ഗുഹകളുമായിട്ട് സാമ്യമുണ്ട്. കേരളത്തിൻ്റെ പ്രാചീന ചരിത്രം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. വിഴിഞ്ഞം എക്സ്കവേഷൻ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്ത് നടത്തിയ ഖനനമാണ് വിഴിഞ്ഞം എക്സ്കവേഷൻ. പ്രാചീന തുറമുഖ നഗരത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തി. ചോള, പാണ്ഡ്യ രാജവംശങ്ങളുമായി ബന്ധപ്പെട്ടതാണിത്. ക്ഷേത്രങ്ങളുടെയും കോട്ടകളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തി. കേരളത്തിൻ്റെ സമുദ്ര വ്യാപാര ചരിത്രം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. സയൻറ്റിഫിക് ആർക്കിയോളജി ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ച് പുരാവസ്തുക്കളെക്കുറിച്ച് പഠിക്കുന്ന ശാഖയാണിത്. ഖനനം, വിശകലനം, സംരക്ഷണം എന്നിവയിൽ ശാസ്ത്രീയ സമീപനം പ്രയോഗിക്കുന്നു. ക്രിസ്ത്യൻ തോംസന്റെ 3 ഏജ് സിസ്റ്റം ഇതിന് ഉദാഹരണമാണ്. റേഡിയോ കാർബൺ ഡേറ്റിംഗ്, താപോദീപ്തി തുടങ്ങിയ രീതികൾ ഉപയോഗിക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ ഇത് ഒരു സ്വതന്ത്ര വിഷയമായിട്ട് വികസിച്ചു. എന്താണ് തെർമോലുമിനിസെൻസ്? മണ്ണുപയോഗിച്ച് നിർമ്മിച്ച വസ്തുക്കളുടെ കാലഗണന നിർണ്ണയിക്കുന്ന രീതിയാണിത്. 1953 ഫാരിങ്ടൺ ഡാനിയൽസ് ആണ് ഇത് വികസിപ്പിച്ചത്. വസ്തുക്കളിൽ സംഭരിച്ചിട്ടുള്ള ഊർജം പ്രകാശമായി പുറത്തുവിടുന്നതിനെ അടിസ്ഥാനമാക്കിയാണിത്. ഇഷ്ടിക, കളിമണ്ണ്, ചൂള തുടങ്ങിയവയുടെ തീയതി നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. പുരാവസ്തു ഗവേഷണത്തിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു. എന്താണ് ഫീൽഡ് ആർക്കിയോളജി? പുരാവസ്തു സൈറ്റുകളിൽ നേരിട്ട് പര്യവേഷണം നടത്തുന്ന പ്രവർത്തനമാണിത്. സൈറ്റ് രൂപീകരണ പ്രക്രിയ, പുരാവസ്തുക്കളുടെ സ്ഥാനം എന്നിവ പഠിക്കുന്നു. ഖനനം, സർവേ, രേഖപ്പെടുത്തൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ച് ഡാറ്റ ശേഖരിക്കുന്നു. പുരാവസ്തു ഗവേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടമാണിത്.
വില്യം ലോഗൻ കേരളത്തിലെ പുരാവസ്തു ഗവേഷണത്തിന് സംഭാവന നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്. മലബാർ മാനുവൽ എന്ന പുസ്തകം രചിച്ചു. കേരളത്തിലെ ചരിത്രം, സംസ്കാരം, പുരാവസ്തുക്കൾ എന്നിവയെക്കുറിച്ച് വിശദമായി രേഖപ്പെടുത്തി. മലബാറിലെ ഭൂമി ഉടമസ്ഥ സമ്പ്രദായങ്ങൾ പഠിച്ചു. കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ചരിത്രത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് അടിത്തറയിട്ടു. അലക്സാണ്ടർ കണ്ണിഹാമിനെക്കുറിച്ച് ഇന്ത്യൻ പുരാവസ്തു സർവേയുടെ ആദ്യ ഡയറക്ടർ ജനറലാണ്. 1861 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. ഹാരപ്പ, തക്ഷശില, സാഞ്ചി തുടങ്ങിയ പ്രധാന സൈറ്റുകൾ കണ്ടെത്തി. ഫാഹിയാൻ, ഹ്വാൻസാങ് എന്നിവരുടെ യാത്രാവിവരങ്ങൾ അടിസ്ഥാനമാക്കി ഗണനങ്ങൾ നടത്തി. ഇന്ത്യയിലെ പുരാവസ്തു ഗവേഷണത്തിന് അടിസ്ഥാനമിട്ടു. പ്രീ ഹിസ്റ്റോറിക് സ്റ്റഡീസ് ലിഖിത ചരിത്രത്തിന് മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ചുള്ള പഠനമാണ് പ്രീ ഹിസ്റ്റോറിക് സ്റ്റഡീസ്. ശിലായുഗം, വെങ്കലയുഗം, ഇരുമ്പ് യുഗം എന്നിവയുടെ പരിണാമത്തെക്കുറിച്ച് പഠിക്കുന്നു. റോബർട്ട് ബ്രൂസ് ഫുഡ് ഇന്ത്യയിലെ ചരിത്രാതീത പഠനങ്ങൾക്ക് നേതൃത്വം നൽകി. ശിലായുധങ്ങൾ, ശവസംസ്കാര രീതികൾ, ജീവിത രീതികൾ എന്നിവയെക്കുറിച്ച് ഗവേഷണം നടത്തി. ദക്ഷിണേന്ത്യയിലെ മെഗാലിത്തിക് സ്മാരകങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ജോൺ മാർഷൽ ഹാരപ്പൻ നാഗരികത കണ്ടെത്തിയതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ്. 1902 to 1929 കാലഘട്ടത്തിൽ ASIയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു അദ്ദേഹം. ഹാരപ്പ, മോഹൻജുദാരോ എന്നിവിടങ്ങളിലെ വിപുലമായ ഖനനങ്ങൾ നടത്തി. ഇന്ത്യൻ പുരാവസ്തു സർവേ ആധുനീകരിച്ചു. സാഞ്ചി, സാരനാഥ് എന്നിവിടങ്ങളിലെ ബുദ്ധമത സ്മാരകങ്ങൾ പുനഃസ്ഥാപിച്ചു. യമുന ദ്വാബ്, യമുന, ഗംഗ നദികൾക്കിടയിലുള്ള സമതല പ്രദേശമാണിത്. ഓക്രെ കളർ പോട്ടറി, കോപ്പർ ഹോട്ട് കൾച്ചർ തുടങ്ങിയ സംസ്കാരങ്ങളുടെ തെളിവുകൾ കണ്ടെത്തി. വൈദിക കാലഘട്ടത്തിലെ ഭൗതിക സംസ്കാരങ്ങൾ പഠിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്ന് ഇരുമ്പ് യുഗത്തിൻ്റെ തുടക്കം സൂചിപ്പിക്കുന്ന ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പുരാവസ്തു ഗവേഷണങ്ങൾക്ക് ഈ പ്രദേശം സമ്പന്നമായ തെളിവുകൾ നൽകുന്നുണ്ട്. അരീക്കമേഡ് എക്സ്കവേഷൻ പോണ്ടിച്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന തുറമുഖ നഗരമാണിത്. റോമൻ സാമ്രാജ്യവുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. മോർട്ടിമർ വീലർ 1945 ഇവിടെ വിപുലമായ ഖനനങ്ങൾ നടത്തി. റോമൻ മൺപാത്രങ്ങൾ, ചൈനീസ് സെറാമിക്സ്, ചോള നാണയങ്ങൾ എന്നിവയെല്ലാം കണ്ടെത്തി. ഇത് 2-ാം നൂറ്റാണ്ട് BC മുതൽ 14-ാം നൂറ്റാണ്ട് CE വരെ നിലനിന്നു. മെഗാലിത്തിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച സംസ്കാരങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ദക്ഷിണേന്ത്യയിൽ ഇവയുടെ സാന്നിധ്യം വ്യാപകമാണ്. അതിച്ചനല്ലൂർ, ബ്രഹ്മഗിരി തുടങ്ങിയ സൈറ്റുകളിൽ മെഗാലിത്തിക് സ്മാരകങ്ങൾ കണ്ടെത്തി. ഇരുമ്പ് യുഗത്തിലെ ജീവിത രീതികൾ, വിശ്വാസങ്ങൾ എന്നിവ പഠിക്കാൻ സഹായിക്കുന്നു. ശവപ്പെട്ടികളിൽ ഇരുമ്പ് ആയുധങ്ങൾ, മുത്തുകൾ, മൺപാത്രങ്ങൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. എടക്കൽ കേവ്സ് കേരളത്തിലെ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ഗുഹകൾ, ചരിത്രാതീത കാലത്തെ ശിലാചിത്രങ്ങൾ എന്നിവ കാണാൻ പറ്റും. ഈ ചിത്രങ്ങൾ മനുഷ്യൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നു. 1894 ഫ്രെഡറിക് ഫാവ്സെറ്റ് ആണ് ഈ ഒരു ഗുഹകൾ കണ്ടെത്തിയത്. ഇവിടെ നിന്ന് കണ്ടെത്തിയ ചിത്രങ്ങൾ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിലായുഗ തെളിവുകളാണ്. ഇനി നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. റൈറ്റ് എ നോട്ട് ഓൺ സ്ട്രാറ്റിഗ്രാഫി. പുരാവസ്തു ഗവേഷണ രീതിയാണ് സ്ട്രാറ്റിഗ്രാഫിക്കൽ മെത്തേഡ്, അതായത് അടുക്ക് രീതി എന്ന് പറഞ്ഞാൽ നിറവ്യത്യാസമുള്ള നിക്ഷേപങ്ങളാണ് അടുക്കുകൾ. അപ്പോൾ ഓരോ പാളിയും സാധാരണയായി ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ ഓരോ മുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓരോ പാളിയുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെ കാലഗണന കണ്ടെത്താൻ സാധിക്കും. വില്യം സ്മിത്താണ് ഈ രീതി ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അതിനാൽ ഈ രീതിയെ സ്ട്രാറ്റാ സ്മിത്ത് എന്നും വിളിക്കാറുണ്ട്. ഒരു സ്ഥലത്തിലെ സംസ്കാരങ്ങളുടെ ക്രമം നിർണ്ണയിക്കുന്നതിന് ഏറ്റവും ഉറപ്പുള്ള രീതിയാണ് പുരാവസ്തു ഗവേഷണ രീതി എന്ന് പറഞ്ഞാൽ. അതിനാൽ പുരാവസ്തു ഗവേഷണ പഠനത്തിലെ ഒരു പ്രധാന ഉപകരണമാണ് സ്ട്രാറ്റിഗ്രാഫി. പ്രശസ്ത പുരാവസ്തു ഗവേഷകനായിട്ടുള്ള മോർട്ടിമർ വീലർ ഒരു സൈറ്റിലെ പാളികളെ ഒരു പുസ്തകത്തിൻ്റെ താളുകളായിട്ട് താരതമ്യം ചെയ്തു. ഓരോ പാളിയും ഒരു സൈറ്റിൻ്റെ സാംസ്കാരിക തുടർച്ചയിലെ പ്രധാന കണ്ണികളാണ്. ഓരോ നിക്ഷേപത്തിലെയും പുരാവസ്തുക്കളെ പ്രത്യേകം സൂക്ഷിക്കുന്ന രീതിയിലാണ് ലെയർ ബൈ ലെയർ രീതിയിലുള്ള ഖനനം. മനുഷ്യൻ്റെ ഇടപെടലില്ലാത്ത പാളിയിൽ ഈ രീതിയിലുള്ള ഖനനം അവസാനിക്കുന്നു. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കാർബൺ 14 മെത്തേഡ്. 1946 അമേരിക്കയിൽ വെച്ച് വില്യാർഡ് എഫ് ലിബ്ബിയാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് രീതി വികസിപ്പിച്ചത്. പുരാവസ്തു സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച ജൈവ വസ്തുക്കളുടെ കാലഗണന നിർണ്ണയിക്കുന്നതിനുള്ള പ്രധാന രീതികളിലൊന്നാണിത്. ഇത് മരം, കരി, എല്ലുകൾ, തുണിത്തരങ്ങൾ, തുകൽ തുടങ്ങിയ ചരിത്രാതീത അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള കൂടുതൽ വിശ്വസനീയമായ രീതിയാണ്. എല്ലാ ജീവജാലങ്ങളും മരണത്തിന് മുമ്പ് വരെ അന്തരീക്ഷത്തിൽ നിന്ന് സമാന അനുപാതത്തിൽ വിവിധതരം കാർബൺ ഐസോട്ടോപ്പുകൾ വലിച്ചെടുക്കുന്നു. അതുകൊണ്ട് കാർബൺ 14 സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളിൽ കാണപ്പെടുന്നു. മരണശേഷം കാർബണിൻ്റെ അനുപാതം ഒരു പ്രത്യേക നിരക്കിൽ കുറയാൻ തുടങ്ങുന്നു. ശേഷിക്കുന്ന കാർബണിൻ്റെ അളവ് താരതമ്യം ചെയ്യുന്നതിലൂടെ ഒരു ജൈവ വസ്തുവിൻ്റെ പഴക്കം കണക്കാക്കാൻ സാധിക്കും. കാർബൺ വിശകലനത്തിനായി ഇന്ത്യയിൽ ചില സ്ഥാപനങ്ങളുണ്ട്. പ്രധാനപ്പെട്ടവയാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ബീർബൽ സാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോബോട്ടണി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദ് എന്നിവ. Assess the contribution of Robert Bruce Foote in the field of prehistoric studies.
റോബർട്ട് ബ്രൂസ്ഫുഡ് ഒരു ബ്രിട്ടീഷ് ഭൗമശാസ്ത്രജ്ഞനും പുരാവസ്തു ഗവേഷകനുമായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ ജിയോളജിക്കൽ സർവേയുടെ ചരിത്രാതീത സൈറ്റുകളിൽ ജിയോളജിക്കൽ സർവേ നടത്തി. ഫൂട്ട് 1858 GSIയിൽ അസിസ്റ്റൻ്റായിട്ട് ചേർന്നു. അദ്ദേഹത്തെ മദ്രാസ് പ്രസിഡൻസി, ഹൈദരാബാദ് മേഖല, ബോംബെ എന്നിവിടങ്ങളിൽ നിയമിച്ചു. 1887 അദ്ദേഹം GSIയുടെ ഡയറക്ടറായി. അദ്ദേഹം ഭൗമശാസ്ത്രപരവും ചരിത്രാതീതവുമായ പര്യവേഷണങ്ങളുടെ ഒരു സംയോജിത സമീപനം സ്വീകരിച്ചു. ഈ സമീപനം തെക്കേ ഇന്ത്യയുടെയും പടിഞ്ഞാറൻ ഇന്ത്യയുടെയും വിവിധ പ്രദേശങ്ങളിലെ ചരിത്രാതീത സംസ്കാരങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ കണ്ടെത്താൻ കാരണമായി. ചരിത്രാതീത കാലത്തെക്കുറിച്ചുള്ള ഫ്രൂട്ടിൻ്റെ അന്വേഷണം ഗവേഷണത്തിൻ്റെ ഒരു പുതിയ മേഖല തുറന്നു. മദ്രാസിനടുത്തുള്ള പല്ലാവാരത്തിലെ ഒരു ചരൽക്കുഴിയിൽ നിന്ന് ഇന്ത്യയിൽ ആദ്യമായി ഒരു പാലിയോലിത്തിക് കണ്ടെത്തൽ നടത്തിയത് അദ്ദേഹമാണ്. ഫ്രൂട്ടിൻ്റെ പാലിയോലിത്തിക് കണ്ടെത്തലുകളെക്കുറിച്ചുള്ള വിവരണം ആദ്യമായിട്ട് 1866 മദ്രാസ് ജേണൽ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് സയൻസിൽ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം ശിലായുധങ്ങളുടെ ഭൗമശാസ്ത്രപരമായ കാഴ്ചപ്പാട് വിവരിച്ചു. സമകാലിക കാലാവസ്ഥാ സാഹചര്യങ്ങൾക്ക് പുറമെ അവയുടെ പ്രായം നിർണ്ണയിക്കാനും ശ്രമിച്ചു. മുറിച്ചെടുത്ത കല്ലുപകരണങ്ങൾ ഇന്ത്യയിലെ ആധുനിക ഗോത്രങ്ങളുടെ പൂർവികർ നിർമ്മിച്ചതാണെന്നും ആര്യന്മാരല്ലെന്നും അദ്ദേഹം സമ്മതിച്ചു. 1863 1912 ഇടയിൽ ഫ്രൂട്ട് ദക്ഷിണേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ 459 ചരിത്രാതീത സൈറ്റുകൾ കണ്ടെത്തി. അദ്ദേഹം മദ്രാസ് പ്രസിഡൻസിയുടെ പല ഭാഗങ്ങളെക്കുറിച്ചും സമഗ്രമായ ഭൗമശാസ്ത്ര റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു. 1879 1880 ഇടയിൽ ഇദ്ദേഹം ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശത്തെ ഭൗമശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ രേഖപ്പെടുത്തി. 1884 അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ കർണൂൽ ജില്ലയിലെ ബിലാസുർഗത്തിലെ ഗുഹകളും ഖനനം ചെയ്തു. ഇന്ത്യൻ ചരിത്രാതീത പഠനത്തിന് ഫോർട്ട് ശക്തമായ അടിത്തറയിട്ടു. ഏകദേശം 6 ദശാബ്ദക്കാലം ഇന്ത്യയിൽ താമസിച്ച അദ്ദേഹം ചരിത്രാതീത ഉപകരണങ്ങൾ ശേഖരിക്കുന്നതിനായി നിരവധി ഭൗമശാസ്ത്ര പര്യടനങ്ങൾ നടത്തി. അദ്ദേഹം ഈ പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഒരു പയനിയറായിരുന്നു. അദ്ദേഹത്തെ ഇന്ത്യൻ ചരിത്രാതീത ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യൻ ഭൗമശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ട്രേസ് ദ പ്രോസസ് ഓഫ് ദ ഡിസ്കവറി ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ നാഗരികതയുടെ കണ്ടെത്തൽ വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള പ്രക്രിയയായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ബ്രിട്ടീഷ് ഭൗമശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ കണ്ണിഹാം സിന്ധു നദീതടത്തിൽ നിന്ന് ചില അസാധാരണമായ മുദ്രകൾ കണ്ടെത്തി. എന്നാൽ ഇവയുടെ പ്രാധാന്യം അദ്ദേഹത്തിന് മനസ്സിലായില്ല. 1921 ഇന്ത്യൻ പുരാവസ്തു സർവേയുടെ ഡയറക്ടർ ജനറലായിരുന്ന സർ ജോൺ മാർഷലിൻ്റെ നേതൃത്വത്തിൽ ദയാറാം സായ്നി ഹാരപ്പയിൽ ഖനനം ആരംഭിച്ചു. ഈ സമയത്ത് തന്നെ RD ബാനർജി മോഹൻജദാരോയിൽ ഖനനം നടത്തി. ഇവിടെ നിന്ന് കണ്ടെത്തിയ നഗരാവശിഷ്ടങ്ങൾ, നീർനാള വ്യവസ്ഥ, മുദ്രകൾ എന്നിവ ഒരു പുരാതന നാഗരികതയുടെ തെളിവുകളായിരുന്നു. 1924 മാർഷൽ ഈ കണ്ടെത്തലുകൾ പ്രഖ്യാപിച്ചു. ഇതിന് സിന്ധു നദീതട സംസ്കാരം എന്ന് പേരിട്ടു. പിന്നീട് മോർട്ടിമർ വീലറും RS റാവും പോലുള്ള പുരാവസ്തു ഗവേഷകരും ഈ നാഗരികതയെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തി. ലോത്തൽ, ധോളവിര, കാലിബംഗൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നടത്തിയ ഖനനങ്ങൾ ഈ നാഗരികതയുടെ വിപുലമായ വ്യാപ്തി വെളിപ്പെടുത്തി. ഇന്ന് ഹാരപ്പൻ നാഗരികത ലോകത്തിലെ ഏറ്റവും പുരാതനമായ നഗര സംസ്കാരങ്ങളിലൊന്നായിട്ട് കണക്കാക്കപ്പെടുന്നു. റൈറ്റ് എ നോട്ട് ഓൺ അരീക്കമേഡ് എക്സ്കവേഷൻ. അരീക്കമേട് പോണ്ടിച്ചേരിയിലെ കോറമാണ്ടൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞനായ ഗുലിമ ഡി ഗെൻഡിലാണ് അരീക്കമേടിനെ കുറിച്ച് ആദ്യമായിട്ട് പരാമർശിച്ചത്. പ്രാദേശികവാസികൾ ഇതിനെ വിരംപട്ടണം എന്ന് വിളിച്ചിരുന്നെന്നും അദ്ദേഹം ഈ അവശിഷ്ടങ്ങൾ ഒരു പുരാതന പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങളാണെന്നും കണക്കാക്കിയിട്ടുണ്ട്. അരീക്കമേടിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം ആദ്യമായിട്ട് ജെ ഡുബ്രൂയിൻ കണ്ടെത്തി. അദ്ദേഹം റോമൻ സാമ്രാജ്യവുമായി അരീക്കമേടിന് ബന്ധമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തി. പെരിപ്ലസ് ഓഫ് എരിത്രിയൻസിയുടെ കർത്താവ് കടലിൽ പരാമർശിച്ചിട്ടുള്ള പോഡ്രൂക്ക് വ്യാപാര കേന്ദ്രവുമായിട്ട് അദ്ദേഹം അരീക്കമേടിനെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ പെരിപ്ലസിൻ്റെ കാലത്ത് പോഡ്രൂക്ക് എന്ന പേര് ഉപയോഗിച്ചിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. തമിഴ് പദം പുതുശ്ശേരി എന്നാൽ ഒരു പുതിയ കുടിയേറ്റം എന്നാണ് അർത്ഥം. ഈ കുടിയേറ്റത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വാണിജ്യ കേന്ദ്രമാക്കി മാറ്റിയപ്പോഴാണ് പുതുശ്ശേരി എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. 1941 1944 ഇടയിൽ എൽ ഫൗച്ചെക്സ്, R സർലിയോ എന്നിവരുടെ നേതൃത്വത്തിൽ ഫ്രഞ്ച് പണ്ഡിതന്മാർ ചെറിയ തോതിലുള്ള ഉത്ഖനനങ്ങൾ നടത്തി. അവർ ഉത്ഖനനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളായി കണക്കാക്കുന്ന 2 ഗ്രിഡുകൾ രേഖപ്പെടുത്തി. ഈ സ്ഥലത്തിൻ്റെ ഭാഗങ്ങൾ ഫ്രഞ്ച് സർക്കാർ സംരക്ഷിത മേഖലയായിട്ട് പ്രഖ്യാപിച്ചു. 1945 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായിരുന്ന മോർട്ടിമർ വീലറാണ് ഏറ്റവും മികച്ച ഉത്ഖനനങ്ങൾ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ അരീക്കമേടിൻ്റെ ഖനനങ്ങൾ വ്യാപകമായിട്ട് അറിയപ്പെടാൻ കാരണം അദ്ദേഹം സ്വീകരിച്ച രീതിശാസ്ത്രം, വീലറുടെ നിരവധി പ്രസിദ്ധീകരണങ്ങളോടുള്ള പ്രചാരണം എന്നിവയായിരുന്നു. സൈറ്റിൻ്റെയും ചുറ്റുമുള്ള പ്രദേശത്തിൻ്റെയും ഒരു രൂപരേഖ അദ്ദേഹം തയ്യാറാക്കി. 1947 JM കാസൽ ഇവിടെ ഖനനം തുടർന്നു. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കണ്ടെത്തി. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല.
എന്നാൽ 1989 92 ഇടയിൽ വിമല ബ്ലേഗി പുതിയ ഖനനങ്ങൾ ആരംഭിച്ചു. ഖനനത്തിൽ പുതിയ പലതരം പുരാവസ്തു കണ്ടെത്തലുകൾ നടന്നു. ഈ കണ്ടെത്തലുകളെല്ലാം ഈ സൈറ്റ് ആദ്യമായി 2-ാം നൂറ്റാണ്ടിൽ BC നിലനിന്നിരുന്നു എന്ന് തെളിയിക്കുന്നു. 2002 ASIയുടെ ഒരു സംഘം ഒരു വെള്ളത്തിനടിയിലുള്ള സർവേ നടത്തി. ഈ സർവേയിൽ സ്ഥലത്തിൻ്റെ മണ്ണൊലിപ്പ് അതിൻ്റെ യഥാർത്ഥ അതിർത്തിയിൽ നിന്ന് മാറിയെന്നും കണ്ടെത്തി. റോമൻ കാലഘട്ടത്തിന് മുമ്പുള്ള ചെറിയതും വലുതുമായ വ്യവസായങ്ങളുടെ നിലനിൽപ്പ് ഖനനങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നു. വലിയ തോതിലുള്ള ചിപ്പികളും മുത്തുകളും മൺപാത്രങ്ങൾ എന്നിവ റോമക്കാരുടെ വരവിന് മുമ്പ് തദ്ദേശീയ കരകൗശല പാരമ്പര്യങ്ങൾ നിലനിന്നിരുന്നു എന്ന് വ്യക്തമാക്കുന്നവയാണ്. ഇറക്കുമതി ചെയ്ത മൺപാത്രങ്ങളുടെ സഹായത്തോടു കൂടി വീലർ അരീക്കമ്പഴിനെ കാലഗണന ചെയ്തു. അററ്റൈൻ വെയർ, അതായത് പുരാതന റോമൻ പട്ടണമായ അററ്റൈനിൽ ഉത്ഭവിച്ച മികച്ച റോമൻ മൺപാത്രങ്ങളാണ്. മെഡിറ്ററേനിയനിൽ നിന്നുള്ള അംഫോറ, ഇവയെല്ലാം തന്നെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അംഫോറയുടെ ഉപയോഗം ഇന്ത്യക്കാർക്ക് വിദേശ വീഞ്ഞിനോട് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഈ സൈറ്റ് ആദ്യത്തെ 2 നൂറ്റാണ്ടുകൾ നിന്നിരുന്നു എന്നും അദ്ദേഹം കണ്ടെത്തി. 11-ാം നൂറ്റാണ്ടിലെ സെലാഡോൺ വെയർ, അതായത് ചൈനയിൽ ഉത്ഭവിച്ച പച്ച നിറത്തിലുള്ള മൺപാത്രങ്ങൾ, ചോള നാണയങ്ങൾ എന്നിവയുടെ സാന്നിധ്യം ഈ സൈറ്റിൽ വളരെ കാലം മുമ്പ് നിന്ന് തന്നെ ഇവിടെയുള്ള വിദേശ ബന്ധങ്ങളിൽ നിന്നിരുന്നു മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് നടത്തിയ ഖനനങ്ങളിൽ 3-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെ മെഡിറ്ററേനിയനുമായുള്ള വ്യാപാര ബന്ധങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നു. ചോള കാലഘട്ടത്തിൽ തെക്ക് കിഴക്കൻ ഏഷ്യയുമായി കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന് മനസ്സിലാക്കാൻ പറ്റും. മുന്നെയുള്ള പിൻഭാഗങ്ങളുള്ള കല്ല് അക്ഷരങ്ങൾ കണ്ടെത്തുന്നത് ഇത് നിയോലിത്തിക് സെറ്റിൽമെൻറ്റിൻ്റെ ഉദാഹരണങ്ങളാണ്. പുരാവസ്തു ഗവേഷണ തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഈ സൈറ്റ് ആദ്യമായി 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലോ പതിവായി നിലനിന്നിരുന്ന സംസ്കാരമാണ് എന്നാണ്. ഈ കാലഘട്ടം ദക്ഷിണേന്ത്യയിലെ മെഗാലിത്തിക് യുഗത്തിൽപ്പെട്ടതാണ്. അരീക്കമേട് എന്ന പ്രദേശം മുഴുവനായി വീലർ 2 ഭാഗങ്ങളായി വിഭജിച്ചു. വടക്കേ മേഖലയും തെക്കേ മേഖലയും. 2 മേഖലകളിൽ നിന്നും കണ്ടെത്തിയ നിർമ്മിതികളുടെ സ്വഭാവത്തിലും കാലഘട്ടത്തിലും വ്യത്യാസമുണ്ട്. വടക്കേ മേഖലയിലും തെക്കേ മേഖലയിലും വ്യത്യസ്ത വംശീയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 മേഖലയിലുമുള്ള ആളുകൾ തമ്മിൽ നിരന്തരമായ ആശയവിനിമയം ഉണ്ടായിരുന്നു. കാലക്രമേണ ഈ പ്രദേശം വ്യവസായശാലകളുള്ള ഒരു നഗരമായിട്ട് വളർന്നു. ഇവിടെ പലതരം മൺപാത്രങ്ങൾ, മുത്തുകൾ, ആനക്കൊമ്പ്, ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ എന്നിവ നിർമ്മിച്ചു. ഈ വ്യവസായശാലകൾ 2 മേഖലകളിലായിട്ട് വ്യാപിച്ചു കിടന്നു. തെക്കേ മേഖല പ്രധാന കച്ചവട സ്ഥലമായിരുന്നു. തുറമുഖം വടക്കേ മേഖലയിലായിരുന്നു ഉണ്ടായിരുന്നത്. റോമൻ മറ്റ് വിദേശ കച്ചവടക്കാരുടെയും ഒരു പ്രധാന മേഖല തന്നെയായിരുന്നു. മെഡിറ്ററേനിയൻ ഉൽപ്പന്നങ്ങൾ കൂടുതലും വടക്കേ മേഖലയിലാണ് കാണപ്പെട്ടത്. മെഡിറ്ററേനിയൻ വ്യാപാരം ഏകദേശം 2-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചു. വ്യാപാരം അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയത് 1-ാം നൂറ്റാണ്ടിലാണ്. ഈ കാലഘട്ടത്തിൽ ഈ പ്രദേശം സംഘം ചോളന്മാരുടെ ഭാഗമായിരുന്നു. അവരുടെ തലസ്ഥാനം ഉറയൂരായിരുന്നു. ക്രമേണ സംഘം ചോളന്മാരുടെ ശക്തി ക്ഷയിച്ചു. പിന്നീട് ഈ പ്രദേശം പല്ലവ രാജവംശത്തിൻ്റെ നിയന്ത്രണത്തിലായി. 14-ാം നൂറ്റാണ്ടിൽ ഈ സ്ഥലത്തിന് പ്രാധാന്യം നഷ്ടപ്പെട്ടുവെന്ന് കരുതപ്പെടുന്നു. അരിയൻകുപ്പം നദിയുടെ അഴിമുഖത്ത് മണൽത്തിട്ടകൾ രൂപക്കൊണ്ടതിനെയാണ് കപ്പലുകൾക്ക് പ്രവേശനം തടസ്സപ്പെട്ടതാണ് ഇതിന് കാരണം. മണൽത്തിട്ടകൾ രൂപപ്പെടുത്തതുകൊണ്ട് കപ്പലുകൾക്ക് പ്രവേശനം തടസ്സപ്പെട്ടു. ഇതാണ് ഇതിൻ്റെ കാരണം. 14-15 നൂറ്റാണ്ടുകളിൽ ഇത് ചോള സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അരീക്കമേടിൽ നിന്ന് ചോള നാണയങ്ങളും മൺപാത്രങ്ങളും മൺവിളക്കുകൾ എന്നിവ ധാരാളമായി കണ്ടെത്തി. ചോളന്മാരിൽ നിന്ന് ഇത് വിജയനഗര സാമ്രാജ്യത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതായിരിക്കാം. ഈ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ചൈനീസ് കളിമൺ പാത്രങ്ങളും നാണയങ്ങളും ഈ സ്ഥലത്തിന് ചൈനയുമായി അടുത്ത വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അരീക്കമേട് തുറമുഖത്തെക്കുറിച്ച് മധ്യകാല ചൈനീസ് രേഖകളിൽ പരാമർശങ്ങളുണ്ട്. ഡിസ്ക്രൈബ് ദ മേജർ മെഗാലിത്തിക് എക്സ്കവേഷൻ ഇൻ കേരള. കേരളത്തിലെ പ്രധാന മെഗാലിത്തിക് ഖനനങ്ങളിൽ ചാത്തപ്പറമ്പ്, ഫറോക്ക്, പോർക്കളം, മങ്ങാട്, ഉമ്മിച്ചിപ്പോര് എന്നിവ ഉൾപ്പെടുന്നു. ജെ ബാബിങ്ടൻ്റെ നേതൃത്വത്തിൽ 1823 നടത്തിയ ചാത്തപ്പറമ്പ് ഖനനം കേരളത്തിലെ ആദ്യത്തെ മെഗാലിത്തിക് പഠനമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇവിടെ ചിതാഭസ്മങ്ങൾ, സിസ്റ്റ് ശവസംസ്കാരങ്ങൾ, ഡോൾമെൻസ് എന്നിവ കണ്ടെത്തി. ഇവ ഇരുമ്പ് യുഗത്തിലെ സാംസ്കാരിക പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. അയ്യപ്പൻ്റെ ഫറോക്ക് ഖനനത്തിൽ നിന്ന് ആയുധങ്ങളും മൺപാത്രങ്ങളും കണ്ടെത്തി. ഇവ ആദ്യകാല കാർഷിക ലോഹപ്പടി സമൂഹത്തിൻ്റെ തെളിവുകളാണ്. VK താപ്പറിൻ്റെ പോർക്കളം ഖനനത്തിൽ നിന്ന് സിസ്റ്റ് ശവക്കല്ലറകളും ശവപ്പെട്ടികളും കണ്ടെത്തി. ഇവ ദക്ഷിണേന്ത്യൻ മെഗാലിത്തിക് സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മങ്ങാട്ടെ ഖനനത്തിൽ നിന്ന് ശിലാവൃത്തങ്ങളും ടൈൽ ചെയ്ത തറകളും കണ്ടെത്തി. ഇവ സങ്കീർണമായ ശവസംസ്കാര രീതികളെ സൂചിപ്പിക്കുന്നു. ഉമ്മിച്ചിപ്പോയിൽ പാറയിൽ നിന്ന് കൊത്തിയ ഗുഹകളും ശവകുടീരങ്ങളും കണ്ടെത്തി. ഇവ മെഗാലിത്തിക് ജീവിതത്തിൻ്റെ സാമൂഹിക മതപരമായ വശങ്ങളെ പറയുന്നു. ഈ ഖനനങ്ങൾ കേരളത്തിൻ്റെ പുരാതന ചരിത്രത്തെയും സാംസ്കാരിക പാരമ്പര്യത്തെയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. എക്സാമിൻ ദ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ മതിലകം എക്സ്കവേഷൻ. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മതിലകം മധ്യകാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക മതകേന്ദ്രമായിരുന്നു.
ഇത് ആദ്യകാല ചേര രാജവംശവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മതപരമായ സ്ഥലങ്ങളിലൊന്നായ തിരുവഞ്ചിക്കുളം ക്ഷേത്രവുമായി ചരിത്രപരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ സൈറ്റ് കേരളത്തിൻ്റെ സാമൂഹിക മതപരമായ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് പിൽക്കാല ചേരന്മാരുടെ കാലഘട്ടത്തിൽ വളരെയധികം പങ്കുവഹിച്ചു. മതിലകം ഉത്ഖനനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പ്രമുഖ പുരാവസ്തു ഗവേഷകനായ KV രാമനാണ്. 1940-കളിലെ കേരളത്തിലെ ക്ഷേത്ര പാരമ്പര്യങ്ങൾ, ലിഖിതങ്ങൾ, കുടിയേറ്റ രീതികൾ എന്നിവയെക്കുറിച്ചുള്ള ഗവേഷണത്തിൻ്റെ ഭാഗമായാണ് ഇത് നടന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ ഈ പ്രദേശത്തിൻ്റെ ആദ്യകാല ക്ഷേത്ര വാസ്തുവിദ്യ, മതപരമായ ആചാരങ്ങൾ, മധ്യകാല നഗരവൽക്കരണം എന്നിവയിലേക്ക് നിർണായകമായ ഉൾക്കാഴ്ചകൾ നൽകി. മതിലകം തിരുവഞ്ചിക്കുളം ക്ഷേത്രവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഈ ക്ഷേത്രത്തെ ചേര രാജാക്കന്മാർ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് ദക്ഷിണേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരെ ആകർഷിക്കുന്ന ഒരു പ്രധാന ശൈവ തീർത്ഥാടന കേന്ദ്രമായിരുന്നു. ഈ സൈറ്റിന് മധ്യകാല കേരളത്തിൻ്റെ രാഷ്ട്രീയ വ്യാപാര ശൃംഖലകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഈ പട്ടണം മതപണ്ഡിതന്മാരുടെയും ക്ഷേത്ര ഭരണാധികാരികളുടെയും കേന്ദ്രമായിരുന്നു. ഈ സൈറ്റ് മധ്യകാല കേരളത്തിലെ ഒരു പ്രധാന വ്യാപാര രാഷ്ട്രീയ കേന്ദ്രമായിരുന്ന കൊടുങ്ങല്ലൂർ പ്രദേശത്തിൻ്റെ ഭാഗമായിരുന്നു. പ്രധാനപ്പെട്ട പുരാവസ്തു കണ്ടെത്തലുകൾ എന്തൊക്കെയായിരുന്നു? ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഘടനാപരമായ അവശിഷ്ടങ്ങൾ. പുരാതന ക്ഷേത്ര സമുച്ചയത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇത് മധ്യകാല ക്ഷേത്ര വാസ്തുവിദ്യയുടെ തെളിവുകൾ വെളിപ്പെടുത്തുന്നതാണ്. ഗ്രാനൈറ്റ്, വെട്ടുകല്ല് എന്നിവയുടെ അടിത്തറകളും കല്ലിൽ കൊത്തിയ രൂപങ്ങളും ക്ഷേത്രത്തിൻ്റെ വിപുലമായ ഘടനയെ സൂചിപ്പിക്കുന്നു. ലിഖിതങ്ങളും ചെമ്പുതകിടുകളും. ക്ഷേത്രഭരണം, ഭൂമി ഗ്രാൻഡുകൾ, രാജകീയ രക്ഷാധികാരം എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള നിരവധി തമിഴ്, സംസ്കൃത ലിഖിതങ്ങൾ കണ്ടെത്തി. മധ്യകാലഘട്ടത്തിലെ ചെമ്പുതകിടുകൾ ഭരണാധികാരികളും വ്യാപാരികളും ക്ഷേത്രത്തിന് നൽകിയ സംഭാവനകളെ കാണിക്കുന്നതാണ്. മൺപാത്രങ്ങൾ, പുരാവസ്തുക്കൾ, ആചാരപരമായ വസ്തുക്കൾ, മധ്യകാല പാത്രങ്ങളും ടെറാക്കോട്ട രൂപങ്ങളും ഇവയെല്ലാം തന്നെ ഒരു സമ്പന്നമായ ജനവാസത്തെ സൂചിപ്പിക്കുന്നതാണ്. വെങ്കലം, ഇരുമ്പ് എന്നിവ കൊണ്ടുള്ള വിളക്കുകൾ, ആചാരപരമായ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള പുരാവസ്തുക്കൾ സൈറ്റിൻ്റെ മതപരമായ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്നു. എക്സാമിൻ ദ സയൻറ്റിഫിക് എക്സ്പ്ലോറേഷൻ മെത്തേഡ്സ് ഇൻ ആർക്കിയോളജി. പുരാവസ്തു ഗവേഷണത്തിൽ ശാസ്ത്രീയ പര്യവേഷണ രീതികൾ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഇവയിൽ ഉൾപ്പെടുന്നത് മെഗാലിത്തിക് സർവേ, ഇലക്ട്രിക് റെസിസ്റ്റിവിറ്റി സർവേ, അതുപോലെ ശബ്ദം ഉപയോഗിച്ചുള്ള പര്യവേഷണം, ജിയോ കെമിക്കൽ രീതി, റേഡിയോ കാർബൺ ഡേറ്റിംഗ്, ഡെൻഡ്രോക്രോണോളജി എന്നിവയാണ്. മാഗ്നറ്റിക് സർവേയിൽ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലെ വ്യതിയാനങ്ങൾ അളക്കുന്നത് വഴി മണ്ണിനടിയിലെ ഘടനകൾ കണ്ടെത്താൻ കഴിയും. ഇലക്ട്രിക് റെസിസ്റ്റിവിറ്റി സർവേയിൽ മണ്ണിൻ്റെ വൈദ്യുത പ്രതിരോധം അളക്കുന്നത് വഴി കുഴികളോ കെട്ടിടങ്ങളോ കണ്ടെത്താൻ പറ്റും. ശബ്ദം ഉപയോഗിച്ചുള്ള പര്യവേഷണത്തിൽ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് ശബ്ദ വ്യതിയാനങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും. ജിയോ കെമിക്കൽ രീതിയിൽ മണ്ണിലെ രാസഘടന വിശകലനം ചെയ്ത് പുരാതന സ്ഥലങ്ങൾ കണ്ടെത്താൻ പറ്റും. റേഡിയോ കാർബൺ ഡേറ്റിംഗ് ജൈവവസ്തുക്കളുടെ പഴക്കം നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. ഡെൻഡ്രോക്രോണോളജിയിൽ മരത്തിൻ്റെ വളയങ്ങൾ എണ്ണി കാലഗണന നിർണ്ണയിക്കുന്നു. ഈ രീതികൾ പുരാവസ്തു ഗവേഷണത്തിന് കൂടുതൽ കൃത്യതയും വിശ്വാസ്യതയും നൽകുന്നു. ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദ എക്സ്കവേഷൻ ഇൻ ഗാംഗറ്റിക് ദ്വാബ്. ഇൻഡോ ഗാംഗറ്റിക് ദ്വാബിൽ യമുന ദ്വാബ് പ്രദേശങ്ങളിൽ നടന്ന പുരാവസ്തു ഉത്ഖനനങ്ങൾ പുരാതന ഭാരതത്തിലെ സംസ്കാരങ്ങളുടെ ഭൗതിക തെളിവുകൾ നമുക്ക് നൽകുന്നു. ഹിമാലയത്തിലും ഡക്കൻ പീഠഭൂമിയിലും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മേഖലയിൽ വിവിധ സംസ്കാരങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായി ഓക്കർ കളർ പോട്ടറി, കോപ്പർ ഹോഡ് സംസ്കാരം, ഒക്രേ കളർ പോട്ടറി, കോപ്പർ ഹോഡ് സംസ്കാരം, പെയിൻറ്റഡ് ഗ്രേ വെയർ, നോർത്ത് ബ്ലാക്ക് പോളിഷ്ഡ് വെയർ തുടങ്ങിയ സംസ്കാരങ്ങൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഒക്രേ കളർ സംസ്കാരം 2000 മുതൽ 1500 BC വരെയുള്ള കാലഘട്ടത്തിലാണ് കിഴക്കൻ പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടന്നിരുന്നത്. ഇത് ലേറ്റ് ഹരപ്പനും വൈദിക സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. PGW സംസ്കാരം മഹാഭാരതത്തിലെ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹസ്തിനപുരം, അഹിഛത്ര, തിൽപ്പത് എന്നീ സ്ഥലങ്ങളിൽ ബീബിര നടത്തിയ ഉത്ഖനനങ്ങളിൽ ഈ സംസ്കാരത്തെ വെളിപ്പെടുത്തുന്നു. NBPW സംസ്കാരം BC 500 മുതൽ 100 BC വരെയാണ്. ഇരുമ്പ് യുഗത്തിൻ്റെ രണ്ടാം ഘട്ടമാണിത്. ഇതിലൂടെ മഹാജനപദങ്ങളുടെ കാലഘട്ടം, ബുദ്ധൻ, മഹാവീരൻ എന്നീ ചരിത്ര വ്യക്തികൾ ഇവരെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നു. ഈ ഉത്ഖനനങ്ങൾ ഇന്ത്യയുടെ സംസ്കാരപരമായിട്ടുള്ള സമൃദ്ധിയെ കാണിക്കുന്നു. ബ്രിങ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് മെഗാലിത്തിക് കൾച്ചേഴ്സ് ഇൻ സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ മെഗാലിത്തിക് സംസ്കാരങ്ങൾ നിരവധി സാംസ്കാരിക, സാമൂഹിക, ധാർമ്മിക ഘടകങ്ങളാൽ സമ്പന്നമാണ്. ഈ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷത ശവസംസ്കാര രീതികളാണ്. വലിയ കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ശവകുടീരങ്ങൾ, ശവപ്പെട്ടികൾ, കുഴികൾ എന്നിവ ശ്രദ്ധേയമാണ്. ചിതാഭസ്മങ്ങൾ, അസ്ഥികൂടങ്ങൾ, ഇരുമ്പ് ആയുധങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ, ഉപഭോഗ സാധനങ്ങൾ എന്നിവ ശവത്തോടൊപ്പം അടക്കം ചെയ്തിരുന്നു. ഇരുമ്പ് യോഗം വ്യാപകമായിട്ട് കാണപ്പെട്ടു. കുന്തം, വാള്, കത്തികൾ, കൃഷി ഉപകരണങ്ങൾ എന്നിവ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. പാത്രങ്ങളിലെ കറുപ്പും ചുവപ്പും നിറങ്ങളുള്ളതും നീണ്ട കഴുത്തുള്ളതും അലങ്കാരപൂർണമായതുമായിട്ടുള്ള രീതിയിലാണ്
ലോഹാഭരണങ്ങൾ, ചെമ്പുവളകൾ, മുത്തുകൾ എന്നിവയും വലിയ തോതിൽ കണ്ടെത്തി. അതിച്ചുനെല്ലൂർ, അരീക്കമേട്, കീഴാടി, കൊടുമണൽ എന്നീ സ്ഥലങ്ങളിലെ ഉത്ഖനനങ്ങൾ മെഗാലിത്തിക് ജനതയുടെ സംസ്കാര മൂല്യങ്ങൾ, മതവിശ്വാസങ്ങൾ, സാമൂഹിക സാഹചര്യം എന്നിവ വിശദീകരിച്ചു. ശവം തരിശുഭൂമിയിലോ കുന്നിന് മുകളിലോ അടക്കം ചെയ്യുന്നത് അവരുടെ ദീർഘദർശിത്വവും പരിസ്ഥിതി ബോധവുമാണ് കാണിക്കുന്നത്. ഈ സംസ്കാരം ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാന ഘട്ടമാണ്. റൈറ്റ് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് മങ്ങാട് എക്സ്കവേഷൻ. പാലക്കാട് ജില്ലയിലെ മങ്ങാട് എന്ന സ്ഥലത്ത് ടി സത്യമൂർത്തിയുടെ നേതൃത്വത്തിൽ നടന്ന പുരാവസ്തു ഖനനം കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മെഗാലിത്തിക് സംസ്കാര കേന്ദ്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഈ ഖനനത്തിലെ ശവസംസ്കാര സ്ഥലങ്ങൾക്ക് ചുറ്റുമുള്ള കൽവൃത്തങ്ങൾ, പടുത്ത തറകൾ, ശവ അറകൾ, വിവിധതരം മൺപാത്രങ്ങൾ, ഇരുമ്പ് ഉപകരണങ്ങൾ, ആഭരണങ്ങൾ എന്നിവ കണ്ടെത്തി. ഇവിടെ കണ്ടെത്തിയ പാത്തിരൂപത്തിലുള്ള തറകൾ ശവസംസ്കാര ചടങ്ങുകൾക്കായി പ്രത്യേകമായി നിർമ്മിച്ചതാണെന്ന് വ്യക്തമാക്കുന്നു. കൽവൃത്തങ്ങൾ ശവസ്ഥലങ്ങൾ എന്ന് അടയാളപ്പെടുത്തുന്നതിനും സംരക്ഷിക്കുന്നതിനുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പാതാളത്തിലുള്ള ശവ അറകൾ സാമൂഹിക നില തെളിയിക്കുന്ന ഘടനകളാണ്. ശവങ്ങൾക്കൊപ്പം മൺപാത്രങ്ങളും ഇരുമ്പ് കത്തികളും വാളുകളും ആഭരണങ്ങൾ പോലുള്ള വസ്തുക്കളും അടക്കം ചെയ്തിട്ടുള്ളത് മരണാനന്തര ജീവിതത്തിലെ വിശ്വാസം സൂചിപ്പിക്കുന്നു. മങ്ങാട് ഖനനം കേരളത്തിലെ മെഗാലിത്തിക് സമൂഹം അതിസംസ്കൃതമായ ശവസംസ്കാരങ്ങൾ പാലിച്ചിരുന്നുവെന്നും ദക്ഷിണേന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായി ഈ സംസ്കാരത്തിന് ബന്ധമുണ്ടായിരുന്നുവെന്നും തെളിയിക്കുന്നു. ഈ ഖനനം പുരാതന കേരള ചരിത്രത്തെ വിശകലനം ചെയ്യുന്നതിനും പുനരാവിഷ്കരിക്കുന്നതിനും ഏറെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഡിസ്കസ് ദ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഫീൽഡ് ആർക്കിയോളജി. ഫീൽഡ് പുരാവസ്തു ഗവേഷണത്തിന് ചരിത്രപരമായ വലിയ പ്രാധാന്യമുണ്ട്. പഴയകാല മനുഷ്യരുടെ ജീവിത രീതികൾ, സംസ്കാരങ്ങൾ, ആചാരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അറിവ് ഫീൽഡ് ഗവേഷണത്തിലൂടെയാണ് ലഭിക്കുന്നത്. പ്രദേശങ്ങളിൽ നേരിട്ട് പോയി അവിടെ ഉണ്ടായിരുന്ന ശവസംസ്കാര രീതികൾ അല്ലെങ്കിൽ സംസ്കാര അവശിഷ്ടങ്ങൾ ശാസ്ത്രീയമായിട്ട് കണ്ടെത്തി പഠിക്കുന്നതാണ് ഫീൽഡ് ആർക്കിയോളജി. ഉദാഹരണത്തിന് ഖനന പ്രവർത്തനത്തിലൂടെയും പര്യവേഷണത്തിലൂടെയും പഴയ പട്ടണങ്ങളുടെയും ശ്മശാനങ്ങളുടെയും നിർമ്മാണ രീതികളും സാമൂഹിക ഘടനകളും തിരിച്ചറിയാനാകും. 19-ാം നൂറ്റാണ്ട് ഫീൽഡ് ആർക്കിയോളജിയുടെ ശാസ്ത്രീയ സമീപനം വികസിച്ചതോടുകൂടി പുരാവസ്തു പഠനം കൂടുതൽ കൃത്യതയും വിശ്വാസവുമായി മാറി. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മണ്ണിനടിയിലെ ഘടകങ്ങൾ കേന്ദ്രീകരിച്ചും കൃത്യമായ കാലഗണനയിലൂടെയും പുരാതന കാലത്തെ ചരിത്രം പുനഃസൃഷ്ടിക്കാനുള്ള സാധ്യതകളാണ് ഈ ശാഖ ഒരുക്കിയത്. അതിനാൽ ചരിത്രത്തിൻ്റെ നേർചിത്രം നിർമ്മിക്കാനായി ഫീൽഡ് പുരാവസ്തു ശാസ്ത്രം നിർണായകമായ പങ്കുവഹിക്കുന്നു. ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എക്സ്കവേഷൻ മെത്തേഡ്സ്. ഉത്ഖനന രീതികളുടെ പ്രാധാന്യം പുരാവസ്തു ശാസ്ത്രത്തിൽ അതീവ പ്രധാനപ്പെട്ടതാണ്. പുരാതന മനുഷ്യരുടെ ജീവിതശൈലി, സംസ്കാരങ്ങൾ, ഉപജീവന രീതികൾ, വാസസൗകര്യങ്ങൾ, ആചാരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് വിശദമായ ധാരണ നൽകുന്നതാണ് ഉത്ഖനനം. ഉത്ഖനനത്തിലൂടെ സൈറ്റിൻ്റെ ലംബത്തിനും തിരശ്ചീനവുമായ പാളികൾ പരിശോധിക്കാൻ പറ്റും. ഓരോ പാളിയും വ്യത്യസ്ത സാംസ്കാരിക ഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ശാസ്ത്രീയ പഠനം നമുക്ക് ചരിത്രപരമായ കാലക്രമം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഉത്ഖനനത്തിൽ വിവിധ രീതികളുണ്ട്. ലംബ ഉത്ഖനനം, തിരശ്ചീന ഉത്ഖനനം, ഗ്രിഡ്, ട്രയൽ ട്രെഞ്ച് തുടങ്ങിയവ. ഓരോ രീതിയും പ്രത്യേക ഉദ്ദേശ്യങ്ങൾക്ക് അനുയോജ്യമാണ്. ശവസംസ്കാര ഉത്ഖനനം ക്വാഡ്രൻ്റ് മെത്തേഡ് ഉപയോഗിച്ച് നടത്തുന്നു. ഈ രീതികൾ ശാസ്ത്രീയവും ക്രമബദ്ധവുമായ ഖനനം ഉറപ്പുവരുത്തുന്നു. ഉത്ഖനനത്തിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തി സംരക്ഷിക്കുകയും ഭാവിയിലെ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന രീതികൾ പ്രാമാണികമായി സംഭരിച്ചു വയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഉത്ഖനന രീതികളുടെ പ്രാധാന്യം പുരാവസ്തു ഗവേഷണത്തിൽ അപാരമാണ്. എക്സാമിൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹാരപ്പൻ ആർക്കിയോളജി. സ്വാതന്ത്ര്യാനന്തര ഹാരപ്പൻ പുരാവസ്തു ഗവേഷണം ഏറെ വികസിപ്പിച്ച പ്രധാനമായൊരു വിഭാഗമാണ്. അമലാനന്ദ ഘോഷ് തുടങ്ങിയ ഗവേഷകർ വ്യത്യസ്ത ഹാരപ്പൻ കേന്ദ്രങ്ങളിൽ നിന്നും ഘടന നടത്തി സംസ്കാരത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 1950കളിൽ ബിക്കാനർ പ്രദേശത്തും പറ്റിയ സരസ്വതി നദീതടത്തിലും നടത്തിയ ഗവേഷണത്തിൽ ഹാരപ്പയ്ക്കും മൊഹൻജദാരോയ്ക്കും സമാനമായ 70-ലധികം സൈറ്റുകൾ കണ്ടെത്തി. RS ബിഷ്ത്, ബനാവലി, ധോളവിര തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നടത്തിയ ഖനനത്തിലൂടെ നഗരഘടന, സാമ്പത്തിക വ്യവസ്ഥ, ജലവിതരണ സംവിധാനം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവുകൾ വർദ്ധിപ്പിച്ചു. JP ജോഷി ധോളവിര എന്ന ഹാരപ്പൻ നഗരം കണ്ടെത്തിയത് ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറ്റിയ സംഭവമായിരുന്നു. RS റാവു നടത്തിയ ഖനനത്തിലൂടെ തുറമുഖ നഗരങ്ങളായ ലോത്തൽ, ദ്വാരക എന്നിവയുടെ വാണിജ്യ പ്രാധാന്യവും സിന്ധു ലിപിയുമായി ബന്ധപ്പെട്ട പുതിയ വാദങ്ങളും മുന്നോട്ട് വന്നു. ഈ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തെ ആധുനിക ശാസ്ത്രീയ രീതികളിൽ പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പഴയ കണ്ടുപിടുത്തങ്ങൾക്കൊപ്പം പുതുവായനകളും വികസിപ്പിച്ചു. ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദയാറാം സാഹ്നി ടു ദ ഡിസ്കവറി ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ദയാറാം സാഹ്നി ഹാരപ്പൻ നാഗരികതയുടെ കണ്ടുപിടുത്തങ്ങളിൽ നിർണായക സംഭാവനകൾ നൽകിയ ഒരു പ്രമുഖ ഇന്ത്യൻ പുരാവസ്തു ഗവേഷകനാണ്. 1921-22 ഹാരപ്പയിൽ അദ്ദേഹം നടത്തിയത് ഇന്ത്യയിൽ ആദ്യമായി സിന്ധു നദിയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ഉത്ഖനനമാണ്. ഇതിലൂടെയാണ് ഹാരപ്പൻ നാഗരികതയുടെ സാക്ഷ്യങ്ങൾ ആദ്യമായിട്ട് വെളിപ്പെടുത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഹാരപ്പൻ സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. സാഹ്നി ജോൺ മാർഷലിൻ്റെ കീഴിൽ പരിശീലനം നേടി. പിന്നീട് അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർക്കിയോളജിക്കൽ സർവേ
ഡയറക്ടർ ജനറലായിട്ടും സേവനമനുഷ്ഠിച്ചു. പഞ്ചാബ് സർവകലാശാലയിൽ സംസ്കൃതത്തിൽ സ്വർണ്ണ മെഡലോടെ ബിരുദം നേടിയ അദ്ദേഹം ഓറിയന്റൽ കോളേജിൽ MA പൂർത്തിയാക്കി. പിന്നീട് രാജഗിരി, സാരനാഥ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഖനനങ്ങൾ നടത്തി. ഹാരപ്പയിലെ ഖനനം ഒരു ദിശാനിർദ്ദേശമായി മാറുകയും ഇന്ത്യയുടെ പുരാതന നഗര സംസ്കാരത്തിന് തുടക്കം വെളിപ്പെടുത്തി. ഇതിലൂടെ ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൽ അദ്ദേഹം ഏറെ മഹത്തായ സ്ഥാനം കരസ്ഥമാക്കി. റൈറ്റ് എ നോട്ട് ഓൺ എ ബ്രഹ്മഗിരി എക്സ്കവേഷൻ. ബ്രഹ്മഗിരി എന്ന പ്രദേശം മധ്യ കർണാടകയിലെ ചിത്രദുർഗ് ജില്ലയിലാണ്. ഈ സ്ഥലത്ത് പ്രാരംഭ പഠനങ്ങൾ 1940 MH കൃഷ്ണയും പിന്നീട് 1947 മോർട്ടിമർ വീലറും നടത്തി. ബ്രഹ്മഗിരിയിൽ നടന്ന പുരാവസ്തു ഗവേഷണങ്ങൾ വിവിധ സാംസ്കാരിക ഘട്ടങ്ങളെ വെളിപ്പെടുത്തി. ഇവയിൽ സൂക്ഷ്മശിലായുഗം, നവീന ശിലായുഗം, ഇരുമ്പുയുഗം, മൗര്യ, ചാലൂക്യ, ഹൊയ്സാല എന്നീ കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഒന്ന് മൗര്യ സാംസ്കാരിക കാലഘട്ടത്തിലെ അശോകന്റെ ശാസനങ്ങളാണ്. ഈ ശാസനങ്ങൾ പഴയ കന്നഡ ഭാഷയെക്കുറിച്ചും മൗര്യ സാമ്രാജ്യത്തിന്റെ അതിർത്തികളെക്കുറിച്ചും ധാരാളം വിവരങ്ങൾ നൽകുന്നു. ബ്രഹ്മഗിരിയിലെ ഖനനത്തിൽ ലഭിച്ച 3 പ്രധാന കാലഘട്ടങ്ങൾ നവീന ശിലായുഗം, മെഗാലിത്തിക് സംസ്കാരം, ആദ്യകാല ചരിത്രപരമായ സംസ്കാരം എന്നിവയാണ്. ഈ ശിലായുഗ കാലഘട്ടത്തിൽ കല്ലുപയോഗിച്ച ഉപകരണങ്ങൾ, മൺപാത്രങ്ങൾ, ശവസംസ്കാര രീതികൾ എന്നിവ കണ്ടുപിടിച്ചു. കൂടാതെ ഇരുമ്പ് ഉപകരണങ്ങളും ആഭരണങ്ങളും ഉൾപ്പെടെ നിരവധി വസ്തുക്കൾ ഖനനത്തിൽ ലഭിച്ചു. ബ്രഹ്മഗിരി ദക്ഷിണേന്ത്യയിലെ പുരാതന നാഗരികതകളെക്കുറിച്ച് അടിസ്ഥാന വിവരങ്ങൾ നൽകുന്ന ഒരു പ്രധാന സ്ഥലമാണെന്ന് ഇതിലൂടെ തെളിയിക്കപ്പെട്ടു. ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള. കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് പ്രാചീന ചരിത്രവും സാംസ്കാരിക പൈതൃകവും സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നു. പുരാവസ്തു ഖനനങ്ങൾ, സ്മാരക സംരക്ഷണം, ഗവേഷണം, പ്രദർശനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഉദാഹരണമായിട്ട് കോട്ടപ്പുറം കോട്ടയുടെ ഖനനം നടത്തി. പോർച്ചുഗീസ്, ഡച്ച് കാലഘട്ടത്തിലെ സാമ്പത്തിക രാഷ്ട്രീയ പ്രാധാന്യം വെളിപ്പെടുത്തി. ഇടയ്ക്കൽ, മറയൂർ എന്നീ ഖനനങ്ങൾ നടത്തി. അവിടുത്തെ ഗുഹാചിത്രങ്ങളിലും മെഗാലിത്തിക് ശവസംസ്കാരങ്ങളും പഠിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. മതിലകം, ചേരമാൻ പറമ്പ് എന്നീ മധ്യകാല സൈറ്റുകളിൽ നടത്തിയ ഖനനങ്ങൾ കേരളത്തിൻ്റെ നഗരവൽക്കരണവും ക്ഷേത്ര വാസ്തുവിദ്യയും വ്യക്തമാക്കി. കൂടാതെ പുരാവസ്തു സംരക്ഷണ നിയമങ്ങൾ നടപ്പാക്കുകയും ഐതിഹ്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. തൃശ്ശൂർ, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലെ മ്യൂസിയങ്ങൾ പുരാവസ്തു നിധികൾ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു. ഇത്തരം പ്രവർത്തനങ്ങൾ വഴി കേരളത്തിൻ്റെ സമ്പന്നമായ ചരിത്രവും സംസ്കാരവും സംരക്ഷിക്കപ്പെടുന്നു. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പട്ടണം എക്സ്കവേഷൻ. പട്ടണം ഖനനം കേരള ചരിത്ര ഗവേഷണത്തിലേറെ പ്രധാനപ്പെട്ട ഒന്നാണ്. എറണാകുളം ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് നടത്തിയ ഖനനം പുരാതന തുറമുഖമായ മുസിരിസുമായിട്ട് ബന്ധപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു. 2007 മുതൽ കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ PJ ചെറിയയാണ് ഖനനം നടത്തിയത്. ഖനനത്തിൽ റോമൻ ആംഫോറകൾ, ചക്രവർത്തിമാരുടെ നാണയങ്ങൾ, മെസപ്പൊട്ടേമിയൻ മൺപാത്രങ്ങൾ, ടെറാക്കോട്ട, കിണറുകൾ, കപ്പൽ വാണിജ്യത്തിനുള്ള ഘടനകൾ ഇവയെല്ലാം ലഭിച്ചു. ഈ കണ്ടെത്തലുകൾ കേരളം ഇൻഡോ റോമൻ വ്യാപാര ശൃംഖലയുമായിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ പറ്റും. പടിഞ്ഞാറൻ ഏഷ്യ, ഇന്ത്യൻ മഹാസമുദ്ര മേഖലയുമായുള്ള ബന്ധങ്ങൾ ഇതൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പട്ടണം ഖനനം കേരളത്തിലെ പ്രാചീന നഗരവൽക്കരണവും സമുദ്ര വ്യാപാരവും സംബന്ധിച്ച വിവരങ്ങൾ നവീകരിക്കുകയും ചരിത്രപരമായ നാഴികക്കല്ലായി മാറുകയും ചെയ്തു. ഇത് കേരളം അന്താരാഷ്ട്ര വ്യാപാര മേഖലയിലുണ്ടായിരുന്ന പങ്ക് തെളിയിക്കുന്ന ഒരു സുപ്രധാനമായ പുരാവസ്തു കണ്ടെത്തലുകളാണ്. ഇനി നമുക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആർക്കിയോളജി ഇൻ കൊളോണിയൽ പീരീഡ്. ഇന്ത്യയിലെ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ ആരംഭം കൊളോണിയൽ ഭരണകാലത്താണ് നടക്കുന്നത്. 1784 വില്യം ജോൺസിൻ്റെ നേതൃത്വത്തിൽ ബംഗാൾ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചതോടുകൂടിയാണ് പുരാവസ്തു ഗവേഷണത്തിന് തുടക്കം കുറിക്കുന്നത്. ഇന്ത്യയിലെ പുരാവസ്തു ഗ്രന്ഥങ്ങൾക്ക് വിവർത്തനത്തിലൂടെ ശ്രദ്ധ നേടിയ ഈ ഒരു സൊസൈറ്റിയാണ് ഇൻഡോളജി ഒരു അക്കാദമിക് ശാഖയായിട്ട് രൂപപ്പെടാൻ വഴിയൊരുക്കിയിട്ടുള്ളത്. 1819 ജെ ബാബിങ്ടൺ കേരളത്തിലെ ഫറോക്കിലുണ്ടായ മെഗാലിത്തിക് സംസ്കാര അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അതിനുശേഷം റോബർട്ട് സീവൻ, ജെയിംസ് പ്രിൻസപ്പ് തുടങ്ങിയവർ ഇന്ത്യൻ ലിപികൾ വായിച്ചെടുക്കുകയും പുരാതന വസ്തുക്കളുടെ പ്രാധാന്യം വിശകലനം ചെയ്യുകയും ചെയ്തു. 1861 ബ്രിട്ടീഷ് ഭരണകൂടം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. ആദ്യ സർവേയറായ അലക്സാണ്ടർ കണ്ണിഹാം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ പര്യടനം നടത്തി. പുരാതന സ്മാരകങ്ങളുടെ രേഖപ്പെടുത്തിയ വിവരങ്ങൾ ശേഖരിച്ചു. അദ്ദേഹം ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. അതിനുശേഷം ജെയിംസ് ബർജസ്, ജോൺ മാർഷൽ, മോർട്ടിമർ വീലർ തുടങ്ങിയവർ ASIയുടെ പ്രവർത്തനങ്ങളെ പുതിയ അക്കാദമിക് രീതികളിലേക്കും ശാസ്ത്രീയ സമീപനങ്ങളിലേക്കും വികസിപ്പിച്ചു. ജോൺ മാർഷൽ ഹാരപ്പയും മോഹൻജദാരോയും അടങ്ങുന്ന നദീതട നാഗരികതയെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചു. വീലർ പുരാവസ്തു ഗവേഷണത്തിൽ ഗ്രിഡ് സിസ്റ്റം എന്ന പുതിയ ഖനന രീതിയും ശാസ്ത്രീയ പരിശീലനവും അവതരിപ്പിച്ചു. അദ്ദേഹം ഖനനം പൊതുജനങ്ങൾക്കിടയിൽ ജനപ്രിയമാകാൻ പ്രയത്നിച്ചു. ഇതുപോലെ കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ പുരാവസ്തു ഗവേഷണം ശാസ്ത്രീയവും ആധികാരികവുമായ രീതിയിൽ വികസിച്ചു. ഇത് സ്വാതന്ത്ര്യാനന്ത ഇന്ത്യയുടെ സംസ്കാരപരമായ സ്വതന്ത്ര പഠനങ്ങൾക്ക് ശക്തമായ അടിത്തറ നൽകി. ഇതിലൂടെ കൊളോണിയൽ ഇന്ത്യയിലെ പുരാവസ്തു ശാസ്ത്രം അക്കാദമിക് ഗവേഷണ സംരക്ഷണ മേഖലയിലേക്കുള്ള കടന്നുവരവിനും ഭാവിയിലേക്കുള്ള വഴികാട്ടിയുമായിരുന്നു.
റൈറ്റ് ആൻ എസ്സേ ഓൺ ദ ആർക്കിയോളജി ഇൻ സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ പുരാവസ്തു ഗവേഷണം പ്രാചീന ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സമ്പന്നമായ തെളിവുകൾ വെളിച്ചത്തു കൊണ്ടുവന്നു. അതിച്ചനെല്ലൂർ, അരീക്കമേട്, ബ്രഹ്മഗിരി, കൊടുമണൽ, കീഴാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ നടത്തിയ ഉത്ഖനനങ്ങൾ ഈ പ്രദേശത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ്. അതിച്ചനെല്ലൂർ എന്ന് പറഞ്ഞാൽ തൂത്തുക്കുടി ജില്ലയിലെ ഒരു സ്ഥലമാണ്. ഇതൊരു പ്രധാനപ്പെട്ട ചിതാഭസ്മ സ്ഥലമാണ്. 1876 ജർമ്മൻ പര്യവേഷകനായിട്ടുള്ള ഡോക്ടർ AF ജാഗോർ ഇവിടെയുള്ള അസ്ഥികൾ, ഇരുമ്പായുധങ്ങൾ, സ്വർണ്ണ കിരീടങ്ങൾ എന്നിവ കണ്ടെത്തി. 2004 ടി സത്യമൂർത്തിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉത്ഖനനങ്ങളിൽ ശവസംസ്കാര പാത്രങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ, ടെറാക്കോട്ട വസ്തുക്കൾ എന്നിവ കണ്ടെത്തി. ഈ സ്ഥലം BC 1000-നും 300-നും ഇടയിലെ ഇരുമ്പ് യുഗവുമായി ബന്ധപ്പെട്ടതാണ്. അരീക്കമേട്, പോണ്ടിച്ചേരി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം റോമൻ സാമ്രാജ്യവുമായുള്ള വ്യാപാര ബന്ധത്തിന് പേരുകേട്ടതാണ്. മോർട്ടിമർ വീരരുടെ ഉത്ഖനനങ്ങൾ ഇവിടെ നിന്ന് റോമൻ മൺപാത്രങ്ങൾ, ചൈനീസ് സെലാഡോൺ വെയർ, ചോള നാണയങ്ങൾ എന്നിവ കണ്ടെത്തി. ഈ സ്ഥലം 2-ാം നൂറ്റാണ്ടിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. ബ്രഹ്മഗിരി, കർണാടകയിലെ ഈ സ്ഥലം മൗര്യ സാമ്രാജ്യത്തിൻ്റെ തെക്കേ അതിർത്തിയായിരുന്നു. അശോകൻ്റെ ശിലാശാസ്ത്രങ്ങളും നവീന ശിലായുഗത്തിൻ്റെ ഉപകരണങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തി. മോർട്ടിമർ വീരർ ഈ സ്ഥലത്തെ 3 സാംസ്കാരിക ഘട്ടങ്ങളായിട്ട് വിഭജിച്ചു. കൊടുമണലും കീഴാടിയും. തമിഴ്നാട്ടിലെ ഈ സ്ഥലങ്ങൾ പ്രാചീന വ്യാപാരവും വ്യവസായവും സൂചിപ്പിക്കുന്നു. കൊടുമണലിൽ നിന്ന് ഇരുമ്പ് ഉപകരണങ്ങൾ, റോമൻ നാണയങ്ങൾ, തമിഴ് ബ്രഹ്മി ലിഖിതങ്ങൾ എന്നിവ കണ്ടെത്തി. കീഴാടിയിൽ നടത്തിയ ഖനനങ്ങൾ സംഗം യുഗത്തിലെ നാഗരികതയുടെ തെളിവുകൾ വെളിപ്പെടുത്തി. ദക്ഷിണേന്ത്യയിലെ പുരാവസ്തു ഗവേഷണം പ്രാചീന ഇന്ത്യയുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക വികാസത്തെക്കുറിച്ചുള്ള ധാരണ വികസിച്ചു. ഇവിടെയുള്ള കണ്ടെത്തലുകൾ ദക്ഷിണേന്ത്യയുടെ ചരിത്രപരമായ പ്രാധാന്യം ഊന്നി പറയുന്നുണ്ട്. റൈറ്റ് ആൻ എസ്സേ ഓൺ ദ സ്കോപ്പ്, ബേസിക് കൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ആർക്കിയോളജി. പുരാവസ്തുശാസ്ത്രം മനുഷ്യൻ്റെ ചരിത്രവും സംസ്കാരവും പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ഇത് ഭൂമിയിൽ മനുഷ്യൻ ഉപയോഗിച്ചോ നിർമ്മിച്ചോ ഉപേക്ഷിച്ചു പോയ ഭൗതികാവശിഷ്ടങ്ങൾ അടിസ്ഥാനമാക്കി അവൻ്റെ പ്രവർത്തനങ്ങളും സാമൂഹിക വികാസവും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പുരാവസ്തുശാസ്ത്രം എന്നത് പ്രാചീന മനുഷ്യൻ്റെ ജീവിത രീതി, സാങ്കേതിക വിദ്യ, സാമൂഹിക സാമ്പത്തിക ഘടന എന്നിവ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ഇതിനായി ഖനനം, പര്യവേഷണം, വിശകലനം എന്നിവയുടെ ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കുന്നു. പുരാവസ്തു ഗവേഷകർ ശിലായുധങ്ങൾ, മൺപാത്രങ്ങൾ, കെട്ടിടങ്ങൾ, ശവസംസ്കാര സ്ഥലങ്ങൾ എന്നിവയിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കുന്നു. ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ പ്രാചീന ചരിത്ര പഠനം, ലിഖിതങ്ങളില്ലാത്ത കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ജീവിതം പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നു. വിവിധ സംസ്കാരങ്ങളുടെ ഉദയവും അസ്തമയവും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഹാരപ്പൻ മെഗാലിത്തിക് സംസ്കാരങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പുരാവസ്തു ഖനനങ്ങളിലൂടെയാണ്. പുരാതന പരിസ്ഥിതിയും മനുഷ്യ പരിസ്ഥിതി ബന്ധങ്ങളും അന്വേഷിക്കുന്നു. പ്രാചീന സാങ്കേതിക വിദ്യയുടെ പരിണാമത്തെക്കുറിച്ച് പഠിക്കുന്നു. ചരിത്ര സംരക്ഷണം, ടൂറിസം, സാംസ്കാരിക പൈതൃകം എന്നിവയിൽ പുരാവസ്തുശാസ്ത്രം പ്രാധാന്യമർഹിക്കുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് മനുഷ്യപ്രവർത്തനങ്ങളുടെ സൂചനകളുള്ള സ്ഥലങ്ങൾ, ടൈൽ, മൗണ്ട്, ശ്മശാനം തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. മനുഷ്യനിർമ്മിച്ച വസ്തുക്കൾ, ആയുധങ്ങൾ എന്നിവയെല്ലാം ഇതിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽ പെടുന്നതാണ്. നിർമ്മിത ഘടനകൾ, മതിലുകൾ, തറകളൊക്കെ ഇതിൽ പെടുന്നതാണ്. ഇക്കോഫാക്ട്സ് എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായ തെളിവുകളാണ്. അതിൽ എല്ലുകൾ, പുഷ്പരേണുക്കളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ദെൻ സൈറ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സാംസ്കാരിക പ്രകൃതിദത്ത പ്രക്രിയ വഴി സൈറ്റുകൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ്. ദ റോൾ ഓഫ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ടു റീഡിസ്കവർ ദ ആൻഷ്യൻറ്റ് ഗ്ലോറി ഓഫ് ഇന്ത്യ. 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ പുരാതന ചരിത്രവും സംസ്കാരവും വീണ്ടെടുക്കുന്നതിൽ ബംഗാൾ ഏഷ്യാറ്റിക് സൊസൈറ്റി പ്രധാന പങ്കുവച്ചു. സർ വില്യം ജോൺസിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഈ സംഘടന ഇന്ത്യൻ പാരമ്പര്യത്തെ പുനരവലോകനം ചെയ്യുന്നതിന് വഴിതെളിച്ചു. പ്രധാന സംഭാവനകൾ എന്തൊക്കെയാണ്? പുരാതന ഗ്രന്ഥങ്ങളുടെ പഠനം, സംസ്കൃത ഗ്രന്ഥങ്ങളായ ശാകുന്തളം, ഭഗവത്ഗീത, ഗീതാഗോവിന്ദം എന്നിവയുടെ വിവർത്തനം നടത്തി. ഇത് പാശ്ചാത്യ ലോകത്തിന് ഇന്ത്യയുടെ ജ്ഞാനപരമായ സമ്പത്ത് അറിയാൻ സഹായിച്ചു. ഇൻഡോളജി എന്ന അക്കാദമിക ശാഖയുടെ ഉദയത്തിന് വഴിതെളിച്ചു. പുരാവസ്തു ഗവേഷണത്തിന് തുടക്കം. ജെയിംസ് പ്രിൻസപ്പ് ബ്രഹ്മി, ഖരോഷ്ടി ലിപികൾ വായിച്ചെടുത്തത് ഇന്ത്യയുടെ ലിഖിത പൈതൃകം വെളിച്ചത്ത് കൊണ്ടുവന്നു. റോബർട്ട് ബ്രൂസ് ഫുഡ്, അലക്സാണ്ടർ കണ്ണിംഗ്ഹാം തുടങ്ങിയ പുരാവസ്തു ഗവേഷകരെ പ്രോത്സാഹിപ്പിച്ചു. സാംസ്കാരിക പൈതൃക സംരക്ഷണം, പുരാതന സ്മാരകങ്ങളുടെ രേഖപ്പെടുത്തലും സംരക്ഷണവും ആരംഭിച്ചു. ഇന്ത്യൻ ആർക്കോളജിക്കൽ സർവേയുടെ സ്ഥാപനത്തിന് അടിത്തറ പാകി. ഇതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യയുടെ ശാസ്ത്രീയവും സാഹിത്യപരവുമായ മഹാത്മ്യം ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തി. ഹാരപ്പൻ സംസ്കാരം, ബുദ്ധമത സ്മാരകങ്ങൾ തുടങ്ങിയ കണ്ടെത്തലുകൾക്ക് വഴിവെച്ചു. ഇന്ത്യയുടെ ഐക്യത്തിന് സാംസ്കാരിക അടിത്തറ ഒരുക്കി. ബംഗാൾ ഏഷ്യാറ്റിക് സൊസൈറ്റി ഇന്ത്യയുടെ പുരാതനമായിട്ടുള്ള പൈതൃകം വീണ്ടെടുക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചു. ഇന്നും ഇന്ത്യയുടെ പുരാവസ്തു ഗവേഷണത്തിന് അവർ നൽകിയ സംഭാവനകൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. റൈറ്റ് ആൻ എസ്സേ ഓൺ ദ ഏർലി ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് ഇൻ കേരള. കേരളത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിൻ്റെ തെളിവായി നിൽക്കുന്ന പുരാവസ്തു സ്ഥലങ്ങൾ ഈ മണ്ണിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിലേക്ക് വെളിച്ചം വീശുന്നു. ആദ്യകാല ചരിത്ര കാലഘട്ടത്തിൽ കേരളം വ്യാപാരവും സാംസ്കാരികപരമായ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രദേശമായിരുന്നു. പട്ടണം, ചേരൻപറമ്പ്, മതിലകം തുടങ്ങിയ സ്ഥലങ്ങൾ ഈ കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നു. പട്ടണം എറണാകുളം ജില്ലയിലെ ഒരു പ്രധാന പുരാവസ്തു സ്ഥലമാണ്.
ഇത് പുരാതന തുറമുഖ നഗരമായ മുസ്രീസിൻ്റെ സ്ഥാനമായിട്ട് കരുതപ്പെടുന്നുണ്ട്. റോമൻ സാമ്രാജ്യവുമായുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് തെളിവായിട്ട് ഇവിടെ നിന്ന് റോമൻ നാണയങ്ങൾ, അംഫോറകൾ, ഗ്ലാസ് മുത്തുകൾ എന്നിവ കണ്ടെത്തി. ടെറാക്കോട്ട കിണറുകളും കപ്പൽശാലയുടെ അവശിഷ്ടങ്ങളും ഈ പ്രദേശം ഒരു സമൃദ്ധമായ നഗര കേന്ദ്രമായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഖനനങ്ങൾ ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാരത്തിൽ കേരളത്തിൻ്റെ പങ്ക് എടുത്തു കാണിക്കുന്നുണ്ട്. ചേരമാൻ പറമ്പ്, തൃശ്ശൂർ ജില്ലയിലെ ചേരമാൻ പറമ്പ് ആദ്യകാല ചേര രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നിരിക്കാം എന്ന് വിശ്വസിക്കപ്പെടുന്നു. 1940കളിൽ അനുജനച്ചൻ നടത്തിയ ഖനനങ്ങളിൽ ഇഷ്ടിക കെട്ടിടങ്ങളുടെ അടിത്തറകൾ, ടെറാക്കോട്ട രൂപങ്ങൾ, ഇരുമ്പ് ഉപകരണങ്ങൾ എന്നിവ കണ്ടെത്തി. ഈ സ്ഥലങ്ങൾ ഹിന്ദു, ബുദ്ധ, ജൈന സംസ്കാരങ്ങളുടെ സംയോജനത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ചൈനീസ്, അറബി രേഖകളിൽ പരാമർശിക്കപ്പെട്ട കൊടുങ്ങല്ലൂരിൻ്റെ ഭാഗമായിരുന്നു ഇത്. മതിലകം, തൃശ്ശൂർ ജില്ലയിലെ മതിലകം മധ്യകാലഘട്ടത്തിലെ ഒരു പ്രധാന മതകേന്ദ്രമായിരുന്നു. KV രാമൻ്റെ ഖനനങ്ങളിലെ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ലിഖിതങ്ങൾ, വെങ്കല വിഗ്രഹങ്ങൾ എന്നിവ കണ്ടെത്തി. തിരുവഞ്ചിക്കുളം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ സ്ഥലം ശൈവ പാരമ്പര്യത്തിന് പേരുകേട്ടതാണ്. മതിലകം കേരളത്തിൻ്റെ ആദ്യകാല നഗരവൽക്കരണത്തിനും മതപരമായ വികാസത്തിനും തെളിവാണ്. കോട്ടപ്പുറം, കൊളോണിയൽ കാലഘട്ടത്തിലെ പ്രാധാന്യമർഹിക്കുന്ന സ്ഥലമാണ് കോട്ടപ്പുറം. പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഈ കോട്ടയിൽ നിന്ന് യൂറോപ്യൻ, ചൈനീസ്, സെറാമിക്, സൈനിക ആയുധങ്ങൾ എന്നിവ കണ്ടെത്തി. ഇത് കേരളത്തിൻ്റെ ആഗോള വ്യാപാര ബന്ധങ്ങളെ എടുത്തു കാണിക്കുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ ആദ്യകാല ചരിത്ര സ്ഥലങ്ങൾ ഈ പ്രദേശത്തിൻ്റെ സാമ്പത്തിക, സാംസ്കാരിക, മതപരമായ പ്രാധാന്യം വെളിവാക്കുന്നു. പട്ടണം, ചേരമാൻ പറമ്പ്, മതിലകം, കോട്ടപ്പുറം എന്നിവയുടെ ഖനനങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു സമഗ്രമായ വീക്ഷണം നൽകുന്നു. ഈ സ്ഥലങ്ങൾ പുരാതന ഇന്ത്യയുടെ സാമുദ്രിക പാരമ്പര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സമുദ്ര പാരമ്പര്യത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നു. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡി ഓഫ് ആർക്കിയോളജി ആസ് എ ഡിസിപ്ലിൻ. പുരാവസ്തുശാസ്ത്രം മനുഷ്യൻ്റെ ചരിത്രപരവും സാംസ്കാരികവുമായ പാരമ്പര്യം അന്വേഷിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ഇത് ഭൂമിക്കടിയിൽ മറഞ്ഞിരിക്കുന്ന പുരാവസ്തുക്കൾ, സ്മാരകങ്ങൾ, ശിലായുധങ്ങൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ പഴയകാല സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. ഈ ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം വിവിധ മേഖലകളിൽ വ്യാപിച്ചിരിക്കുന്നു. ഫസ്റ്റ് ചരിത്രത്തിൻ്റെ വിടവുകൾ നികത്താൻ സഹായിക്കുന്നു. പുരാവസ്തുശാസ്ത്രം ലിഖിത ചരിത്രത്തിന് മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. ഉദാഹരണത്തിന് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കണ്ടെത്തൽ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഒരു പ്രധാന അധ്യായമാണ്. ഇത്തരം കണ്ടെത്തലുകൾ ചരിത്രത്തിൻ്റെ വിടവുകൾ പൂരിപ്പിക്കാൻ സഹായിക്കുന്നു. സാംസ്കാരിക പൈതൃക സംരക്ഷണം. പുരാതന സംസ്കാരങ്ങളുടെ ശേഷിപ്പുകൾ പഠിക്കുന്നതിലൂടെ അവയുടെ ജീവിത രീതി, മതവിശ്വാസങ്ങൾ, സാമൂഹിക ഘടന എന്നിവ മനസ്സിലാക്കാനാകും. ഇത് ഒരു രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാൻ സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ പരിണാമം. പുരാതന കാലത്തെ ഉപകരണങ്ങൾ, കെട്ടിടങ്ങൾ, നിർമ്മാണ രീതികൾ, കൃഷി സാങ്കേതിക വിദ്യകൾ എന്നിവ പഠിക്കുന്നതിലൂടെ സാങ്കേതിക വിദ്യയുടെ പരിണാമം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഉദാഹരണത്തിന് ശിലായുഗത്തിൽ നിന്ന് ഇരുമ്പ് യുഗത്തിലേക്കുള്ള മാറ്റം പുരാവസ്തു ശാസ്ത്രത്തിലൂടെയാണ് തിരിച്ചറിയുന്നത്. പരിസ്ഥിതി പഠനത്തിന് സഹായിക്കുന്നു. പുരാവസ്തു ഗവേഷണം പഴയകാല പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഡാറ്റ നൽകുന്നു. സസ്യാവശിഷ്ടങ്ങൾ, മൃഗങ്ങളുടെ അസ്ഥികൾ, കാലാവസ്ഥ മാറ്റങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പുരാതന പരിസ്ഥിതിയെ മനസ്സിലാക്കാൻ പറ്റും. ജനാധിപത്യവൽക്കരണവും ദേശീയ ഐക്യവും. പുരാവസ്തു ശാസ്ത്രം വിവിധ സംസ്കാരങ്ങളുടെ പരസ്പര ബന്ധം വെളിപ്പെടുത്തുന്നു. ഇതൊരു രാജ്യത്തിലുള്ള വിവിധ സമൂഹങ്ങളെ ഒന്നിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഹാരപ്പൻ വൈദിക സംസ്കാരങ്ങളുടെ പഠനം ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നു. സാമ്പത്തിക വികസനം. പുരാതന വ്യാപാര മാർഗങ്ങൾ, നാണയ വ്യവസ്ഥ, ഉൽപ്പാദന രീതികൾ എന്നിവയുടെ പഠനം ആധുനിക സാമ്പത്തിക നയങ്ങൾക്ക് മാതൃകയാകുന്നു. അരീഗമയുടെ പോലുള്ള തുറമുഖങ്ങളുടെ പഠനം പുരാതന ലോക വ്യാപാരത്തെക്കുറിച്ച് വിശദമാക്കുന്നു. ശാസ്ത്രീയമായുള്ള സമീപനം. പുരാവസ്തുശാസ്ത്രം ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ച് ഡാറ്റ വിശകലനം ചെയ്യുന്നു. റേഡിയോ, കാർബൺ ഡേറ്റിംഗ്, ഡെൻഡ്രോക്രോണോളജി, താപോദീപ്തി തുടങ്ങിയ രീതികൾ ഉപയോഗിച്ച് കൃത്യമായ തീയതി നിർണ്ണയിക്കുന്നു. പുരാവസ്തുശാസ്ത്രം മനുഷ്യൻ്റെ ചരിത്രം, സംസ്കാരം, സാങ്കേതികവിദ്യ എന്നിവയുടെ പരിണാമം മനസ്സിലാക്കാൻ അനിവാര്യമാണ്. ഇത് ഭൂതകാലത്തെക്കുറിച്ചുള്ള ഗവേഷണം മാത്രമല്ല, ഭാവി തലമുറകൾക്കൊരു മാർഗദർശിയുമാണ്. ഇന്ത്യയിലെ ഹാരപ്പൻ സംസ്കാരം, അതിച്ചനെല്ലൂർ ഖനനങ്ങൾ, അരീക്കമേട് തുറമുഖം തുടങ്ങിയ കണ്ടെത്തലുകൾ ഈ ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പഠനം ഒരു രാജ്യത്തിൻ്റെ സാംസ്കാരികവും ചരിത്രപരവുമായ ഐക്യം ഉറപ്പാക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ഉപകരണമാണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.